ശ്രീമദ് ഭഗവത്ഗീത ഏഴാമത്തെ അധ്യായം ജ്ഞാനവിജ്ഞാനയോഗം. ഇപ്പം ജ്ഞാനവിജ്ഞാനയോഗം എന്ന് പറയുമ്പോൾ പ്രപഞ്ചരഹസ്യം മനസ്സിലാക്കുക. ഒരാൾ പ്രപഞ്ചരഹസ്യം മനസ്സിലാക്കുമ്പോൾ എന്താ മനസ്സിലാകാൻ പോകുന്നത്? ഈ പ്രപഞ്ചമെല്ലാം ഏതിൽ നിന്നുണ്ടായോ? ശാസ്ത്രലോകം അതാണ് അന്വേഷിച്ചു പോയത്. മനുഷ്യനെല്ലാം എന്താണെന്ന് ഇടിച്ചു പൊളിച്ച് നോക്കി അവസാനം എവിടെ എത്തി? ഇലക്ട്രോൺ പ്രോട്ടോൺ എന്നീ കണങ്ങളിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഊർജത്തിലേക്ക് എത്തി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ്. ക്വാണ്ടം മെക്കാനിക്സ് എല്ലാം വരുമ്പോൾ അവിടെ അതാണ് വരുന്നത്. ദ്രവ്യത്തെ ഊർജവും ഊർജം ദ്രവ്യമായിട്ട് പെട്ടെന്ന് മാറുന്നു. ദ്രവ്യം തന്നെ ഊർജത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ ഒരു സ്വഭാവം കാണിക്കും, നോക്കാതിരിക്കുമ്പോൾ ഒരു സ്വഭാവം കാണിക്കുമ്പോഴെല്ലാം അവരെ അന്തം വിട്ടുപോയി. അതിൻ്റെ അപ്പുറം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ഏതാണ് സംഗതി? അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മം അപ്പം പ്രപഞ്ചമാവുന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? ഒരു സങ്കല്പമുണ്ട്. എന്തെല്ലോ ആകണമെന്ന് അതിനൊരാഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഈ പ്രപഞ്ചമായി മാറിയത്. അത് തന്നെയാണ് പ്രപഞ്ചമായി മാറിയത്. അതിന് ആ സങ്കല്പം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ ആദ്യം ഉണ്ടാക്കുന്നു. ഒരു പ്ലാൻ ഇല്ലാതെ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ ജീവിതം, നമ്മളെ ശരീരത്തിൽ തന്നെ ഒരു പ്ലാൻ ഉണ്ട്. നമ്മളെ ജനിതക ഘടനയിൽ എങ്ങനെ വളരണം എന്നുള്ള ഒരു പ്ലാൻ, ഏത് സ്വഭാവമെല്ലാം വേണം എന്നുള്ള ഒരു പ്ലാൻ ആ ശരീരത്തിൻ്റെ ജനിതക ഘടനയിലുണ്ട്. നമ്മളെ മാത്രം സ്വഭാവമല്ല അതിൻ്റെ അകത്തുള്ളത്. നമ്മളിലൂടെ നാളെ വരുന്ന കുട്ടികൾക്ക് എന്ത് സ്വഭാവം വേണമെന്ന് പോലും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. തലമുറകളായി വരുന്ന കുട്ടികളിൽ എന്ത് സ്വഭാവം വേണമെന്ന് അത് ഓൾറെഡി തീരുമാനിച്ചിട്ടാണ് ആ കോഡിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അത്ര നമ്മളെ കാര്യത്തിൽ പോലും ഇത്രയും നല്ലൊരു പ്ലാനിങ് അവർ ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിലും ഒരു പ്ലാനുണ്ട്. അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പ്ലാൻ അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. ആ പ്ലാനിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി ഏത് തന്നെയാണ്? ആ ബ്രഹ്മം തന്നെയാണ്. നമ്മൾ വീട്ടിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മളാണ് ആ പ്രേരക ശക്തി വരുന്നത്. അതിനനുസരിച്ചാണ് പ്ലാൻ ഉണ്ടാകുന്നത്. പിന്നെ അതിനനുസരിച്ച് വീടുണ്ടാവുകയുള്ളൂ. ഒരു ഫാക്ടറി ഉണ്ടാകുമ്പോൾ എൻ്റെ ഭാവനയിൽ ഒരു പ്ലാൻ ഉണ്ടാകുന്നുണ്ട്. ആ പ്ലാൻ വരച്ചുണ്ടാക്കുന്നു, പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. എന്നിട്ടാണ് നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ധാരണയുണ്ട്. അതിനനുസരിച്ചാണ് പിന്നെ ബാക്കിയെല്ലാം പോകും. അപ്പോൾ എല്ലാം വരുന്ന എൻ്റെ നിന്ന് എന്ന പോലെ പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ ആ ശക്തിയിൽ നിന്നാണ് ആ പ്ലാൻ വന്നിരിക്കുന്നത്. ആ പ്ലാനിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തി തന്നെയാണ് പിന്നെ ലോകാവസാനം വരെ എല്ലാ ജീവികളിലും കയറിയിട്ട് ആക്ട് ചെയ്തിട്ട് പ്രവർത്തിപ്പിക്കുന്നത്. ആ ശക്തി വിശേഷമാണ് ബ്രഹ്മം. അതാണ്, അതിനെപ്പറ്റിയാണ്. ആ ജ്ഞാനം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നേടേണ്ട തോന്നില്ല. കാരണം എല്ലാം അതിൻ്റെ വേലത്തരങ്ങളാണ്. ബാക്കി നേടുന്നതല്ല അതിൻ്റെ ഓരോ അംശം മാത്രമാണ്. നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ ഈ കണ്ടെത്തുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ശക്തി ഒരു മായാവിലാസമാണ്. അതിനങ്ങനെയെല്ലാം തോന്നി അതായിട്ട് മാറി. അപ്പം അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം തന്നെയാണ് നേടുന്നത്. അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവന്. അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പം കെമിസ്ട്രി ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ശരീരം മുഴുവൻ ഇലക്ട്രോണും പ്രോട്ടോണും മാത്രമാണെന്ന് ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റില്ല. സംഗതി ഗാഠമായിട്ട് ചിന്തിക്കുമ്പോൾ ഇലക്ട്രോൺ പ്രോട്ടോൺ ഇങ്ങനെ കൂട്ടി ചേർത്തിട്ടുണ്ടായതാണ് ഞാൻ. പക്ഷെ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിൻ്റെ പിന്നിലൊരു പ്രേരക ശക്തിയുണ്ട്. അതാണ് ആ ഇലക്ട്രോണിക് പ്രോട്ടോണെല്ലാം ഞാനാക്കി മാറ്റിയത്. അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ബ്രഹ്മം ഇങ്ങനെയെല്ലാം പറഞ്ഞാലും കേൾക്കുമ്പോഴെല്ലാം ശരിയായിരിക്കാം എന്ന് തോന്നിയാലും നമ്മളത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാണ്. അത് ഉൾക്കൊള്ളുന്നവനാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്. ആ സത്യം അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവനാണ് ജ്ഞാനമാർഗത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്. ആ പ്രപഞ്ച രഹസ്യമാണ് ഇതിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒന്നാമത്തേതിൽ എന്താണ് പറയുന്നത് നോക്കാം. ഭഗവാൻ പറയുന്നു, എന്നിൽ ആസക്തചിത്തനായി. അപ്പം എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ട്, എന്നെ എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മത്തെ, ഇവിടെ കൃഷ്ണൻ എന്നത്
ഒരു കഥാപാത്രമല്ല, ഒരു കാലം തന്നെയാണ്. ഈ കാലഘട്ടമാണ്. ഈ കാലത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ആ ശക്തിയാണ്. ഞാനും ആ ബ്രഹ്മമാണ്, കാലവും ആ ബ്രഹ്മമാണ്. ആ കാലത്തെയാണ് ഞാനെന്ന്, ഇന്നത്തെ കാലം ആ ബ്രഹ്മം തന്നെയാണ്. ഇപ്പം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ ഞാനെന്ന് പറയുന്നത് ആ ബ്രഹ്മം തന്നെയാണ്. ആ മീനിങ്ങിൽ എടുത്തുകൊള്ളണം. ഇവിടെ കൃഷ്ണൻ പറയുന്നത് ബ്രഹ്മം എന്ന നിലയിലാണ്. ആ എന്നിൽ ആസക്തചിത്തനായി എന്നെ ആശ്രയിച്ച് യോഗം അഭ്യസിക്കുന്നവൻ. യോഗം അഭ്യസിക്കാൻ ആരുമായിട്ട് ചേരാനാണ്? ആ ബ്രഹ്മവുമായിട്ട്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ ആ ബ്രഹ്മവുമായിട്ട് ചേർന്നാലേ പറ്റുള്ളൂ. അത് ഈ പറയുന്ന കൃഷ്ണനല്ല. അപ്പം അത് പിന്നോട്ട് പറഞ്ഞു വരുന്നുണ്ട് വ്യക്തമായിട്ട്. അപ്പം നമ്മളെ തെറ്റായ ധാരണകളെല്ലാം കൃഷ്ണൻ തന്നെ മാറ്റിത്തരാൻ പോവുകയാണ്. കൃഷ്ണൻ ആരാണെന്നും പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് പിന്നീട് വരാം. അതുകൊണ്ട് ഞാൻ ഇവിടെ അത് പറയുന്നില്ല. എന്നെ പൂർണ്ണമായും അറിയുന്നവനായ ആഗ്രഹിക്കുന്നവനായ നീ ഇത് കേട്ടുകൊള്ളുക. അപ്പം നിനക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് ഞാൻ ആരാണെന്നും പ്രപഞ്ചം ആരാണെന്നെല്ലാം. നീ ആഗ്രഹിക്കുന്നതുകൊണ്ട് നിനക്ക് പറഞ്ഞു തരികയാണ്. ആഗ്രഹിക്കുന്നവനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് 2. യാതൊന്നറിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും അറിയണ്ടയോ? ആ ജ്ഞാനം ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നു. ആ ജ്ഞാനം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, എന്തിനു വേണ്ടി ഉണ്ടായി, എങ്ങനെയുണ്ടായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നിലുള്ള നിസ്സാരങ്ങൾ അന്ന് പിന്നെ അറിയണമെന്ന് തോന്നില്ല. കാരണം ഇതെല്ലാം അത് കളിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അറിയാൻ തോന്നില്ല. ആ ജ്ഞാനം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇതിൻ്റെ പ്രപഞ്ചം ഉണ്ടായ തത്വമാണ്. പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷത്തെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്നിട്ട് 3 പറയുന്നു, അനേകായിരം മനുഷ്യരിൽ ഒരാൾ മാത്രമേ ജ്ഞാനസിദ്ധിക്കായി പ്രവർത്തിക്കുകയുള്ളൂ. അർജുനൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അനേകായിരം മനുഷ്യരിൽ അല്പം ഒരാൾ മാത്രമേ, എത്രയോ ആയിരങ്ങളിൽ ഒരാൾ മാത്രമേ ജ്ഞാനസിദ്ധിക്കായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ചിലവരെല്ലാം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടെന്താ ആരും കാണാത്തതെന്ന്. ആ ജ്ഞാനസിദ്ധിക്കായിട്ട് ആരും ശ്രമിക്കാനൊന്നും പോകുന്നില്ല. അത് കൃഷ്ണൻ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അനേകായിരം പേരിൽ ഒരാൾ മാത്രമേ ജ്ഞാനസിദ്ധിക്കായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ ഇതൊന്നും കാണാൻ ആരേ വരുള്ളൂ? അനേകായിരം ആയിരങ്ങളിൽ ഒരാൾ. ആ ഒരാളാണ് ഇത് കാണുന്നത്. നമ്മൾ ഈ പ്രോഗ്രാം കാണുന്നത് അത്രയേ കാണും. അതിൻ്റെ അപ്പം ബ്രഹ്മത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് ഇത് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അവർക്കൊന്നും ജ്ഞാനം അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അറിയേണ്ടവരറിഞ്ഞോളൂ. അറിയേണ്ടവരെ അറിയേണ്ട ആവശ്യമുള്ളൂ. അതെത്രയാണ്? അനേകായിരം പേരിൽ ഒരാൾ മാത്രമേ ജ്ഞാനസിദ്ധിക്കായിട്ട് പ്രവർത്തിക്കൂ. അങ്ങനെ യത്നിക്കുന്നവരിൽ ഒരാൾ മാത്രമേ എന്നെ മനസ്സിലാക്കൂ. അങ്ങനെയുള്ള ആളുകളിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ആർക്കേ മനസ്സിലാക്കൂ, ഒരാൾക്കേ മനസ്സിലാക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിവിടെ കേൾക്കുന്നവർ തന്നെ ഉണ്ടെങ്കിലും അവർ മനസ്സിലാകുന്നവർ ചിലപ്പം ഒന്നായിരിക്കാം. അതങ്ങനെയാണ്. ബ്രഹ്മം തന്നെ പറയുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് വാശി പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇനി ആജ്ഞാനം നൽകിയാണ്. ഭൂമി, ജലം, വായു, ആകാശം, അഗ്നി, 5 പഞ്ചഭൂതങ്ങളും, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇങ്ങനെ പ്രകൃതി 8ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രകൃതി നിർമ്മിച്ചത് പഞ്ചഭൂതം. ഈ പഞ്ചഭൂതം എന്നെല്ലാം പറയുമ്പോൾ തന്നെ നമ്മൾ എന്തെല്ലോ ആത്മീയവാദികൾ പ്രഭാഷണങ്ങളിൽ പറയുന്നതൊക്കെ ഇത്രയേ ഉള്ളൂ. വസ്തുക്കളെയെല്ലാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി. കര, ദ്രവ, വാതക, ഊർജം. കരമാണ് ഭൂമി പോലെയുള്ള കരം, ജലം പോലെയുള്ള ദ്രവം, വായു, അഗ്നി പോലെയുള്ള ഊർജം. ഈ 4 കൊണ്ടും ഈ 4ലുള്ള പ്രവർത്തനങ്ങളെയെല്ലാം ഒരു പ്ലാൻ അനുസരിച്ചിട്ട് പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി ഒരു പ്രപഞ്ച ഘടനയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് ആകാശം. 7 ലോകങ്ങളുണ്ട്. 7 ലോകങ്ങളിൽ സൗരയൂഥ സിസ്റ്റങ്ങളുണ്ട്. അതിൽ ഗ്രഹങ്ങളെല്ലാം ഉണ്ട്.
ആ ഗ്രഹങ്ങളുടെ ചലനവുമായിട്ടാണ് സമയത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഗ്രഹങ്ങളുടെ ചലനം, ആ പ്ലാൻ അനുസരിച്ചാണ് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും പ്രവൃത്തികൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഒരു പ്ലാനുണ്ട്. പ്ലാന് നടപ്പാക്കാൻ വേറെ വ്യക്തിയൊന്നുമില്ല. ഒരു സൗരയൂഥ സിസ്റ്റമും പ്രപഞ്ചഘടനയും ഉണ്ടാക്കിയിട്ട് അതിലെ ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് സമയമുണ്ടാകുന്നത്. ആ സമയത്തിനനുസരിച്ചാണ് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സൂര്യൻ ചെടികൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സൂര്യൻ മുകളിലുണ്ടാവും. അങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ ആയുസ് വർദ്ധിക്കുന്നതും ഭൂമി ചുറ്റുന്നതിനനുസരിച്ചാണ്. ഇതെല്ലാം നമ്മളറിയാതെ പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ 5 കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്ലാൻ. പഞ്ചഭൂതങ്ങളിൽ 4 ഖരദ്രവവാത ഊർജവും 5ാമത്തേത് ആ പ്ലാനുമാണ്. ആ പ്ലാനാണ് പ്ലാനറ്ററി സിസ്റ്റത്തിലൂടെ പ്ലാൻ തന്നെ അവിടെ തന്നെ പ്ലാനുകൾ വരുന്നുണ്ട്. അതിലൂടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എന്തുണ്ട്? ജീവജാലങ്ങൾ. ഇങ്ങനെ ജീവജാലങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവജാലങ്ങളിലെ കൊണ്ട് പിന്നെ കുറേ കർമ്മങ്ങളെല്ലാം മനുഷ്യരെ പോലെയുള്ള ജീവികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ജീവികളിൽ മനസ്സ് എന്നൊരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അനലൈസ് ചെയ്യാൻ ഒരു ബുദ്ധി എന്നൊരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നൊരു അഹങ്കാരം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി എന്നൊരു ചിന്തയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പം നമ്മളൊരു മനസ്സ് തന്നിട്ടുണ്ട്. മനസ്സൊന്നൊരു വികാരമുണ്ട്. പ്രവർത്തിക്കാനൊരു ബുദ്ധി കേന്ദ്രമുണ്ട്. ബുദ്ധി തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് മനസ്സിൽ തോന്നുന്നതനുസരിച്ച് ബുദ്ധി വെച്ച് അനലൈസ് ചെയ്തിട്ട് അതിനെല്ലാം വേണ്ടിയിട്ട് ഒരു ഞാനെന്ന അഹങ്കാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ, എനിക്ക് എന്നൊരു അഹങ്കാരം ഉണ്ടാക്കിയിട്ടാണ് ഈ ലോകം 8ആയിട്ട് തിരിച്ചിരിക്കുന്നത്. വളരെ ലളിതമാണ്, മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. എന്നിട്ടോ ഇതാണ് അപാര പ്രകൃതി. അപ്പം ഇതാണ് ഈ കാണുന്ന പ്രകൃതി. അപാര, അതായത് പരസയൻസും അപാരയും. അപാര സയൻസ് എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകം. അത് ഏതുണ്ടാക്കി? ആ ഒരു ശക്തിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഏത്? ബ്രഹ്മമാണ് ഇതെല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. അതിൻ്റെ സങ്കല്പത്തിലൂടെ. അതിനൊരു സങ്കല്പമുണ്ട്. ഒരു പ്രപഞ്ചം ഉണ്ടാക്കണം. അതിന് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട്, സയൻസ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഈ സൃഷ്ടിയല്ലാണ് ആധുനിക സയൻസിൽ വരുന്ന മോഡേൺ സയൻസ്. ചരിത്രം എല്ലാം ഇതിനകത്ത് വരും. എല്ലാ കലകളും എല്ലാം ഇതിനകത്ത് വരും. അത് തന്നെയാണ് ജ്ഞാനം. അത് തന്നെയാണ് വേദം. വേദത്തിലപ്പം ഈ ഭൗതിക കാര്യങ്ങൾ, ഈ ലോകത്തിലുള്ള സയൻസ് എല്ലാം തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലുള്ളതാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച ശക്തിവിശേഷം, ആ ബ്രഹ്മം. അതിനെ ശാസ്ത്രലോകത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല എന്തിനു വേണ്ടിയാണെന്നുള്ളത്. അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതാണ് പരപ്രകൃതി. സയൻസ് തന്നെ 2ഉണ്ട്. ഒന്ന് ആ അജ്ഞാതമായ ശക്തിവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടത്, അത് പരാസയൻസ്. അതിന് കീഴെ വരുന്ന പിന്നെ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ആയതിൻ്റെ ശേഷം, ഊർജ്ജം എല്ലാം ആയതിൻ്റെ ശേഷം ഉണ്ടായ നമ്മൾ ഇന്ന് പഠിക്കുന്ന മോഡേൺ സയൻസിനാണ് അപരാപ്രകൃതി. അല്ലെ അതിൻ്റെ പിന്നിലുള്ള സയൻസിനാണ് അപരാ സയൻസ് എന്ന് പറയുന്നത്. ഇനി 6, എല്ലാം ഈ പരാപ്രകൃതിയിൽ നിന്നും ഉണ്ടായതാണ്. അപ്പം എല്ലാം ഉണ്ടായിരിക്കുന്നത് എന്തിൽ നിന്നാണ്? ആ പരാപ്രകൃതിയിൽ നിന്ന്. ആദ്യം എന്താണോ ശാസ്ത്രലോകം അന്വേഷിക്കുന്നത്, എന്താണോ ഇതുവരെ ആർക്കും കണ്ടെത്താൻ പറ്റാത്ത ആ ഒരു നിർഗുണമായ സംഗതിക്കാണ് പരാസയൻസ്. പരാപ്രകൃതിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ലാത്തതിൽ നിന്നല്ല പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ഒന്നുമില്ലാത്തതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിടുകയല്ല. ആദ്യം ഒന്നുണ്ടായിരുന്നു, പരാപ്രകൃതി. അത് തന്നെയാണ് ബ്രഹ്മം. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഒന്നുമില്ലാത്തതിൽ നിന്ന് പ്രപഞ്ച സൃഷ്ടി സയൻസും അത് അംഗീകരിക്കുന്നില്ല. ഒന്നുമില്ലാത്തതിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നുണ്ട്, അതിനെ ബ്രഹ്മം എന്ന് അവർ പേര് കൊടുത്തു. നിങ്ങളെന്തോ പേര് കൊടുത്തോ, അള്ളാന്നോ യഹോവാന്നോ എന്തോ പേര് കൊടുത്തോ, കുഴപ്പമില്ല. ഹിസ് ബോസോൺസോ എന്തെല്ലോ അന്ന് പേര് കൊടുത്തല്ലോ. പിന്നെ ദൈവഗണങ്ങൾ അതെല്ലോ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, കണ്ടെത്തിയിരുന്നുവെങ്കിൽ ആ പേര് കൊടുത്തോ. പക്ഷെ അതിന് രൂപവും ഭാവവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് കയ്യും കാലിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല.
തലയും ബ്രെയിനും ഒന്നും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഒരു പ്രേരക ശക്തിക്ക് രൂപവും ഭാവമൊന്നുമില്ല. അപ്പൊ എല്ലാം അതിൽ നിന്നുണ്ടായതാണ്. ആ ഉണ്ടായ പരാസൈൻസ്, അതിൽ നിന്നാണ് സർവ്വലോകം ഉണ്ടായത്. അതിന് നാശമില്ല. അത് മാത്രമാണ് നശിക്കാതെ നിൽക്കുന്നത്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിൽ എന്തൊന്ന് ഇവിടെ ഉണ്ടായിരുന്നോ അത് നമ്മളെ ഭാവനയിൽ കാണുന്നതാണ്. എന്തോന്നുണ്ടായിരുന്നു, അത്ര മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറമൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്തോന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ഉണ്ടായിരുന്നു, അതിന് പരാപ്രകൃതി എന്ന് പറയുന്നു. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിനെ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് യുക്തി ഉപയോഗിച്ചാൽ മനസ്സിലാക്കാവുന്നത്. പിന്നെ അതിനെ നിഷേധിക്കേണ്ട കാര്യം എന്താണ്? ശാസ്ത്രലോകം അത് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് അതിനെ ഒന്ന് കണ്ടെത്താൻ വേണ്ടി. അപ്പം വേദം പറയുന്നു അവിടെ കണ്ടെത്താനൊന്നും പറ്റുമൊന്നുമില്ല. ഇങ്ങനെ ഒരു മനസ്സിൽ ധാരണ വെച്ചോളണം, ഒരു രൂപവും ഭാവവും ഇല്ലാത്ത ഒരു സംഗതിയാണ് അവിടെ ഉണ്ടായിരുന്നത്, അതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി എന്നേ വേദം പറഞ്ഞിട്ടില്ല. അല്ലാതെ വേദം വലിയ മനസ്സിലാക്കാൻ പറ്റാതെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് 7 അപ്പൊ എന്നിൽ നിന്നും അന്യമായി ഒന്നുമില്ല. ഇതാണ് മനസ്സിലാക്കുക. അതാണ് എല്ലാമായി മാറിയത് എന്ന് പറഞ്ഞാൽ ഈ ഞാനായി മാറിയത്, നമ്മളീ പറയുന്ന കൃഷ്ണനായി മാറിയതും എല്ലാം കൃഷ്ണനാരാണെന്ന് പിന്നീട് പറഞ്ഞു വരുന്നുണ്ട്. ഈ പ്രപഞ്ചം എല്ലാം അത് തന്നെയാണ്. അപ്പൊ ഞാൻ തന്നെയാണ് ദൂരെ കാണുന്ന എല്ലാ സംഗതികളും. അത് തന്നെയാണ് ഇതായിട്ട് മാറിയിരിക്കുന്നത്. അത് വേർപെട്ടിട്ടില്ല. ഇങ്ങനെയുള്ള നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു മാവിൽ നിന്ന് ഇത് ബ്രഹ്മമാണെങ്കിൽ ഇതിന് രൂപവും ഭാവമൊന്നുമില്ല. പക്ഷെ ഇതിന് മാവിന് രൂപവും ഭാവമുണ്ട്. ഇതിന് മാവായിട്ട് സങ്കല്പിക്കണം. സങ്കല്പിക്കാൻ പറ്റാത്തവർ വേദങ്ങൾ പഠിക്കാൻ നോക്കണ്ട. ഒറ്റ സങ്കല്പം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഒരു മാവുണ്ട്, മാവിൻ്റെ ഒരു ഭാഗം കുഴച്ചിട്ട് ഇങ്ങനെയാക്കി, ഒരു ഭാഗം കുഴച്ചിട്ട് ഇങ്ങനെയാക്കി, ഒരു ഭാഗം കുഴച്ചിട്ട് ഇങ്ങനെ. ഇതെല്ലാം വേർപെട്ടതാണോ? അല്ല, ഇതെല്ലാം മാവ് തന്നെയാണ്. ഇതിനൊരു ബുദ്ധി കൊടുത്തിട്ടുണ്ട്, ഇതിനൊരു ബുദ്ധി കൊടുത്തിട്ടുണ്ട്, ഇതിനൊരു ബുദ്ധി തലച്ചോറ് കൊടുത്തിട്ട് ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഓരോന്നും ഞാനാണെന്ന് വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാം തീരുമാനം ഒരു മാവ് തന്നെയാണ്. ലളിതമായ ഒരു അത്രയും ചിന്തിക്കാൻ കഴിവില്ലാത്തവരെ അവർക്ക് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല. ആ തരത്തിൽ മനസ്സിനെ. പക്ഷേ ഇതിന് രൂപവും ഭാവവും ഉണ്ട്, അതിന് രൂപവും ഭാവവും ഇല്ല. തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സംഗതിയാണത്. അതിനെ തിരിച്ചറിയാനൊന്നും പറ്റില്ല. അതെന്താണെന്ന് പോലും അറിയില്ല. ഋഷികൾ തന്നെ പറയുന്നു, നമുക്കും അതിനെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ അടുത്ത് പോലും ഋഷികൾക്ക് എത്താൻ പറ്റില്ല. ശാസ്ത്രലോകം അത് തന്നെയാണ് പറയുന്നത്. ആദ്യം എന്തോ ഉണ്ടായിരുന്നു, ശാസ്ത്രലോകം അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ എന്തോ ഉണ്ടാ, പക്ഷെ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയും ഋഷികളും പറഞ്ഞിട്ടുള്ളൂ. ഉണ്ട്, ഒരു സംഗതി ഉണ്ട്. അത് ഉണ്ടാകാമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തോന്നിൽ നിന്ന് ഉണ്ടായിക്കിട്ടിയത്. പക്ഷെ അതിനെപ്പറ്റി നമുക്ക് അവർ അത് ഉറച്ചു പറയുന്നു. ഒരു സംഗതി ഉണ്ടായിരുന്നു, അതിന് രൂപവും ഭാവമൊന്നുമില്ല, അതിൽ നിന്നാണ് ഇതുണ്ടായിരുന്നത്. അത്രയേ അവർ പറഞ്ഞു. ആ വ്യത്യാസമേ ഉള്ളൂ. ആധുനിക സയൻസ് ഏകദേശം. പക്ഷെ അതെത്തുമ്പോൾ പരാസയൻസും അപരാസയൻസും രണ്ടുണ്ട്. ഇവര് അതിൽ നിന്ന് എന്തെടുത്തു കഴിഞ്ഞാലും അളവ് കുറയില്ല എന്നുള്ളൊരു വശം വരുന്നത് കൊണ്ടാണ് ആധുനിക സയൻസ് അത് പറയാൻ പഠിക്കുന്നത്. കാരണം അവിടെ അളവുണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്തുണ്ടാക്കി കഴിഞ്ഞാൽ അത് തന്നെയാണല്ലോ. അതിൽ കുറച്ചെടുത്തിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ബാക്കിയേ വരാൻ പാടുള്ളൂ. പക്ഷേ വേദം പറയുന്നത് അതിൽ എന്തെടുത്താൽ അത് തീരുമില്ല. അങ്ങനെ ഒരു സംഗതിയാണത്. അതിൽ നിന്ന് എത്ര എടുത്താലും തീരുമില്ല. അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണത്തിൽ പറയാം. നമ്മളെ മനസ്സിൽ പല ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒന്ന് കഴിയും തോറും വന്നുകൊണ്ടിരിക്കുന്നില്ല. അതിൻ്റെ അളവെന്തെങ്കിലും ഉണ്ടോ? പ്രേമത്തിന് അളവുണ്ടോ? ദേഷ്യത്തിന് അളവുണ്ടോ? അതൊന്നുമില്ല. നമുക്ക് എത്ര കഴിയുന്നത്ര ദേഷ്യം ഉണ്ടാക്കാം. അതിൽ നിന്ന് എടുത്താൽ ദേഷ്യം കുറച്ച് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ദേഷ്യം പിടിച്ച് നടക്കുന്ന വ്യക്തികളുണ്ട്. അപ്പം ജനിക്കുമ്പേ ദേഷ്യമാണെങ്കിൽ തീർന്ന് വയസ്സാം കാലത്ത് എന്താണ് പിന്നെ അവരിൽ ദേഷ്യമൊന്നും ഇല്ലാതെ ആകണം. അളവ് കുറഞ്ഞു വരണം. കുറയുന്നൊന്നുമില്ല. ദേഷ്യം അങ്ങനെ ഉണ്ടാക്കുക. ആ ഒരു ഉദാഹരണത്തിനാണ്. അങ്ങനെയുള്ളൊരു സംഗതിയാണ് അത്. അതുകൊണ്ടാണ് അതിനെ പരാസയൻസ് എന്ന് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ എല്ലാ അപരാസയൻസ് എന്നും പറഞ്ഞങ്ങ് കാറ്റുമായിരുന്നു. ആ വ്യത്യാസം ഉള്ളൂ. അതാണ് പൂർണ്ണം പൂർണ്ണമിതം എന്നൊരു തത്വം വെച്ചിട്ട് എല്ലാ
ഉപനിഷത്തും തുടങ്ങുമ്പോൾ ഈ പാടിക്കൊള്ളണം. കാരണം ഇത് തലയിൽ പാടിയാലും എപ്പോഴെങ്കിലും ഒന്ന് കേരട്ട് എന്ന് വെച്ചിട്ട് ഇത് അർത്ഥം മനസ്സിലായി ഇങ്ങനെ ചൊല്ലിയിട്ട് ഉപനിഷത്ത് പഠിക്കുക വായിക്കാൻ തുടങ്ങും. അതും വായിക്കുകയും ചെയ്യും, അല്ലാതെ അർത്ഥമൊന്നും മനസ്സിലാക്കില്ല. എന്നിട്ട് ഏഴിലെന്നും പറഞ്ഞു എന്നിൽ നിന്നും അന്യമായി ഒന്നുമില്ല. അപ്പം അത് തന്നെയാണ് എല്ലാമായി മാറിയത്. ഇതെല്ലാം ചരടിൽ രക്തങ്ങൾ കോർത്ത പോലെ എന്നിൽ കോർത്തിരിക്കുന്നു. അപ്പം ഇതെല്ലാം കോർത്ത് കിടക്കുകയാണ്. നമ്മളും എല്ലാ വ്യക്തിയും ശക്തിയും എല്ലാം ഒരു ചരടിൽ കോർത്ത് വെച്ചിരിക്കുകയാണ് ആ ബ്രഹ്മം. അതിങ്ങനെ തന്നെ മനസ്സിലാക്കണം, ഇതാണ് ബ്രഹ്മം. അതിന് ഉരുട്ടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് 3 മനുഷ്യരുണ്ടാക്കി. ഇവിടെ ഒരു തലയിൽ ഒരു ബുദ്ധി കൊടുത്തു, ഞാനെന്ന ഉണ്ടാക്കി. ഇവിടെ വേറൊരു ബുദ്ധി കൊടുത്തു, ഞാനെന്ന ഇന്ത്യ ഉണ്ടാക്കി. ഇതെല്ലാം വേറെ വേറെ നിൽക്കുകയാണെങ്കിലും ഇതെല്ലാം ഈ മാവിൻ്റെ ഭാവം തന്നെയാണ്. ഇതൊന്നും വേർപെട്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയതായിരുന്നുവെങ്കിൽ വേറെയാണ്. ഇത് മാറ്റിയിട്ടില്ല. ഉദാഹരണമായിട്ട് സ്വർണം വളമാലയാക്കി എന്നല്ല ഉദാഹരണം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വ്യത്യാസം. സ്വർണം മാലയാക്കിയെങ്കിൽ ഈ സ്വർണം ഇവിടെ അളവ് കുറഞ്ഞിട്ടുണ്ട്, ഇത് വേറെ മാല, രണ്ടും രണ്ടാണ്. ഇത് വേർപെട്ടിട്ടില്ല. അതുകൊണ്ടാണ് സമുദ്രത്തിലെ കുമിള എന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞത്. സമുദ്രത്തിലെ കുമിള വേർപെട്ടിട്ടില്ല, അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പം എൻ്റെ ശരീരത്തിൽ തന്നെ ഇത് ഇവിടെ തൊലിയെല്ലാം കുറച്ച് പൊങ്ങിക്കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ശരീരത്തിൻ്റെ വേറെയായി പോകുമ്പോൾ അത്രയേ ഉള്ളൂ. അത് തന്നെ എല്ലാമായി മാറിയാണ്. അപ്പം അതെല്ലാം ബന്ധമുണ്ട്. ചരടിൽ രത്നങ്ങൾ കോർത്ത പോലെ ഇതെല്ലാം പരസ്പരം ബന്ധിച്ചിട്ടാണ്. ആരും ഫ്രീ അല്ല, അതിൻ്റെ കൺട്രോളിലാണ് ഉള്ളത്. ഇതിൻ്റെ 8 ഞാൻ ജലത്തിലെ രസമാണ്. ജലത്തിന് എന്തൊക്കെ രസമുണ്ടെങ്കിൽ അത് തന്നെയാണ്. വെറും ദ്രവ്യമായിട്ട് എടുക്കരുത് എന്നാണ് പറയുന്നത്. ഈ ഞാനെന്ന് പറയുമ്പോൾ വെറും അപ്പം ഈ കരമാരിയുള്ള വസ്തു മാത്രമല്ല ഉണ്ടായിരുന്നു, വിചാരങ്ങളും എല്ലാം അത് തന്നെയാണ്. അപ്പോൾ ഒരു ജലത്തിൻ്റെ രസം, സത്ത എന്ന് പറഞ്ഞാൽ H2O എന്ന് പറയണം. H2O എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റമാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും? ബ്രഹ്മത്തിൽ എത്തും. അങ്ങനെ സയൻസിലൂടെ ഇരിക്കുന്നവർ. സൂര്യചന്ദ്രന്മാരുടെ ശോഭയാണ്. സൂര്യചന്ദ്രന്മാരിൽ എന്തെങ്കിലും ശോഭയുണ്ടെങ്കിൽ അതും ബ്രഹ്മമായി കാണണം. അപ്പം പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ കരദ്രവപാദം എന്ന് മാത്രമല്ല, അതിനെന്തെങ്കിലും ശോഭകളുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതെല്ലാം ആ ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. വേദമന്ത്രങ്ങളിലെ പ്രണവമന്ത്രം, പ്രണവമന്ത്രത്തിലൂടെയാണ് എല്ലാം ഉണ്ടായത്. ഓം എന്ന ശബ്ദത്തിലൂടെയാണ് ആദ്യം പ്രപഞ്ചം വികസിച്ചു വന്നത്. അതിനെപ്പറ്റിയെല്ലാം മുമ്പ് സയൻസിലൂടെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, കടക്കുന്നില്ല. ആകാശത്തിലൊരു ശബ്ദമുണ്ട്. ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടുണ്ട് ആകാശത്തൊരു മുഴക്കമുണ്ട് എന്ന്. അത് ആകാശത്തിലെ 49 മരുത്തുക്കൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ടത്, അതിൻ്റെ ചലനമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം പ്രപഞ്ചഘടന, അതിന് ശബ്ദമുണ്ടാകുന്നതിനുള്ള പിന്നിലുള്ള ആ 49 മരുത്തുക്കൾ, അതും മനുഷ്യരുടെ പൗരുഷം. നമ്മൾ എന്തെങ്കിലും ഒരു പൗരുഷം ഉണ്ടെങ്കിൽ അതും ആരാണ്? ഞാനാണ്. ആരാണ്? കൃഷ്ണനാണ്. ഇപ്പം ഗാന്ധിജിയിലുള്ള പൗരുഷം ആരാണ്? ഗാന്ധിജി തന്നെയാണ്, ഞാൻ തന്നെയാണ്, കൃഷ്ണനാണ്. അവരിലൂടെയെല്ലാം സ്വാതന്ത്ര്യ സമരം നേടുന്നത്. അല്ലാതെ കൃഷ്ണൻ ഇങ്ങനെ ഇറങ്ങി വരികയൊന്നും വേണ്ട. പുട്ടിനുള്ള പൗരുഷം ആരാണ്? കൃഷ്ണൻ തന്നെയാണ്. അപ്പം കൃഷ്ണൻ തന്നെയാണ് പുട്ടിലുള്ള പൗരുഷവും. ആരിലുള്ള പൗരുഷവും ആ വ്യക്തിയിലൂടെയാണ്. അപ്പം അവതരിക്കുക എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളിലൂടെയാണ് അത് സ്ഥാപിച്ചെടുക്കുന്നത്. ആ നിലയിൽ മനസ്സിലാക്കണം. അപ്പം ഞാനാണ് പുരുഷനിലെ പൗരുഷം എന്ന് പറഞ്ഞാൽ എൻ്റെ എന്തൊക്കെ പൗരുഷം ഉണ്ടെങ്കിൽ അത് കൃഷ്ണൻ തന്നെയാണ്. പിന്നെ വേറെ കൃഷ്ണനെ തപ്പേണ്ട ആവശ്യം എന്താ? ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മത്തിനൊരു ലക്ഷ്യമുണ്ടെങ്കിൽ മറ്റേനെ തച്ചടക്കാൻ ഇതിൻ്റെ ബുദ്ധിനെ പ്രവർത്തിപ്പിച്ചിട്ട് ഇപ്പുറത്തേനെ തച്ചുടക്കും. ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ഈ മാവിനെ ഉരുട്ടിയിട്ടാക്കിയതാണ്. ഇതിനെ കൊണ്ട് ഇതിനെ അടിക്കണ്ടെങ്കിൽ ഒരടി ഇങ്ങനെ കൊടുക്കും, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ കൃഷ്ണൻ ഇത് കൃഷ്ണനോ ഇതും കൃഷ്ണനോ എല്ലാം കൃഷ്ണൻ തന്നെയാണ്. ചിലപ്പോൾ ഇതിനെ കൃഷ്ണൻ എന്ന് പറയും, ചിലപ്പോൾ ഇതിനെ കംസം എന്ന് പറയും. ഇപ്പുറത്തേനെ ഇത്രയും വ്യത്യാസമുള്ളൂ. അതെല്ലാം ബുദ്ധി ഉപയോഗിച്ചിട്ട് ഭാവനയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം.
അത് ആയിരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കാണാൻ പറ്റുന്ന ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരുവരാണ്. ആ ഒരുവരിൽ തന്നെ അങ്ങനെ എല്ലാം എടുത്തു കഴിഞ്ഞാലുള്ള ഒരുവരെ ചിലപ്പോൾ ഇതിൻ്റെ അർത്ഥം പിടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരവരെ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ 9 എന്ന് പറയുന്നത് ഭൂമിയിലെ പുണ്യമായ ഗന്ധം. ഭൂമിക്കൊരു മണമുണ്ട്, അത് ഞാനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ കരദ്രവം ഇതെല്ലാം ആകുമ്പോൾ നമ്മളെ വിചാരങ്ങളെല്ലാം ഞാനല്ലേ എന്ന് തോന്നും. നമ്മളിലുണ്ടാകുന്ന വിചാരങ്ങളും നമ്മൾ എന്തെങ്കിലും ഗുണഗണങ്ങളുണ്ടെങ്കിൽ അതൊന്നും പഞ്ചഭൂതമല്ല. ഇപ്പം ദേഷ്യം എന്ന് പറയുന്നത് പഞ്ചഭൂതത്തിൽ ഏതാ പെടുത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യം. അപ്പം അതും ഞാനാണ്. അഗ്നിയിലെ തേജസ്സും ജീവികളിലെ ജീവനശക്തി. ഈ ജീവൻ എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കാൻ കുറച്ച് പാടാണ്. അതും ഞാൻ തന്നെയാണ്. തപസ്സുകളിലെ ആരെങ്കിലും തപസ് ചെയ്തിട്ട് ജ്ഞാനം നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ തന്നെയാണ്. എന്നിട്ട് 10 എന്ന് പറയുന്ന എല്ലാ ഭൂതങ്ങളുടെയും ശാശ്വതമായ ബീജം, എല്ലാത്തിൻ്റെയും അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവസാനം എത്തിച്ചേരുന്നത് എന്തുണ്ടോ അതും ഞാൻ തന്നെയാണ്. അതായത് എൻ്റെ ജനിതക ഘടനയിലേക്ക് പോയിട്ട് നമ്മളെ അകത്ത് എന്തിനെപ്പെട്ട നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രലോകം തപ്പി അവസാനം എൻ്റെ ജനിതക ഘടന കിട്ടും. ആ ജനിതക ഘടനയും ഞാനാണെങ്കിൽ ഞാനും ആരാണ്? കൃഷ്ണൻ തന്നെയാണ്. അല്ലാതെ വേറെ കൃഷ്ണനെ വേറെ ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. ഞാൻ കൃഷ്ണൻ തന്നെയാണ്. പിന്നെ എൻ്റെ ബുദ്ധിയിൽ ഇത് തെളിയുന്നില്ല, ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയോണ്ട്. അത്രയേ ഉള്ളൂ കുഴപ്പം. അല്ലാതെ എല്ലാം കൃഷ്ണനാണ്. അതുകൊണ്ടാണ് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ പറയുന്നത്. അതാണ് സനാതന ധർമ്മം. എല്ലാത്തിലും ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യാനിയിലും ബ്രാഹ്മണനിലും ക്ഷത്രിയയിലും പട്ടിയിലും പൂജയിലും എല്ലാം ബ്രഹ്മത്തെ ദർശിക്കുവാൻ കഴിയുക, കൃഷ്ണനെ ദർശിക്കുവാൻ കഴിയുക. അതാണ് സനാതന ധർമ്മം, ശാശ്വതമായ സത്യം. അപ്പം ബുദ്ധിമാന്മാരിലെ ബുദ്ധിയും തേജസ്സിലെ തേജസ്സും എല്ലാം ഞാൻ തന്നെ. അപ്പം ഗുണഗണങ്ങളും ഞാൻ തന്നെയാണ്. 11 ബലവാന്മാരിലെ കാമരാഗരഹിതമായ ബലം ഞാനാണ്. അപ്പം നല്ല ബലവാന്മാരിലുണ്ട്, അതിലെ കാമയെല്ലാം മാറ്റി വെച്ചിട്ടുള്ള ബലം ഞാനാണ്. അല്ലാതെ അതിൻ്റെ ദൂഷ്യമൊന്നും കയറി എൻ്റെ അടുത്ത് പറയണ്ട. കാമരഹിതമായ ബലവാന്മാരിലെ ബലം. അപ്പോൾ ഒരാളുടെ ബലം എന്ന് പറയുന്നത് കാമത്തിന് വികാരങ്ങൾക്ക് അടിമപ്പെടാതെ നിൽക്കാൻ, സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള കഴിവാണ്. അത് ഞാനാണ്. അപ്പം കൃഷ്ണൻ എന്നത് ആ തരത്തിൽ കാണണം, ഉയർന്ന നിലയിൽ. ഭൂതങ്ങളിൽ ധർമ്മവിരുദ്ധമല്ലാത്ത കാമവും ഞാൻ തന്നെയാണ്. ഭൂതങ്ങളിൽ ധർമ്മവിരുദ്ധമല്ലാത്ത കാമവും ഞാൻ തന്നെയാണ്. അപ്പം കാമം ഉണ്ടാകണം, കാമം ഉണ്ടായാലേ കുട്ടികൾ ഉണ്ടാവും. അപ്പം ധർമ്മത്തിനനുസരിച്ച് കുട്ടികൾ ഉണ്ടാകുന്നതും ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് കുട്ടികളെ ഉണ്ടാക്കുന്നത്. പ്രേമം ഉണ്ടാക്കുന്നതും പ്രേമിച്ചിട്ട് കുട്ടി ഉണ്ടാക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. പക്ഷെ അത് ധർമ്മത്തിനനുസരിച്ചുള്ള, അധർമ്മമൊന്നും എൻ്റെ തലയിൽ വെച്ച് കെട്ടരുത്. അത് നിങ്ങൾ ഞാനെന്ന ചിന്തയുണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണ്. അതിലെനിക്ക് പങ്കൊന്നും ഇല്ല. 12 സാത്വിക രജോ തമോ ഭാവങ്ങൾ എന്നിൽ നിന്നും ഉത്ഭവിച്ചു. അപ്പോൾ ഇനി സൃഷ്ടി എങ്ങനെയാണ് നടക്കുന്നത്? 3 ഗുണങ്ങൾ, ന്യൂട്ടന്റെ 3 ലോകം, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. സത്വ ഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വഗുണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അതേപോലെ നിൽക്കാനുള്ള എന്തിനും അതേപോലെ നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ സത്വഗുണം. അപ്പം മനുഷ്യരിൽ 3 തരത്തിലാണ് സ്വഭാവമുള്ളത്. ഇന്ന് നിൽക്കുന്ന പോലെ തന്നെ അങ്ങനെ നിൽക്കിയിൽ മാറ്റമൊന്നും വേണ്ടായി, ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. ഇതാണ് സത്വഗുണം. അതുപോലെ ഒന്ന് ഉയർന്ന മുന്നിലേക്ക് പോകണം, ഒരു മാറ്റം വരുത്തണം. അതാണ് രജോ ഗുണം. അപ്പോൾ അവിടെ ഊർജം പ്രയോഗിക്കണം, ശക്തി ഉപയോഗിക്കണം. അതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ഈ സ്ഥാനത്ത് നിന്ന് മാറേണ്ടിക്ക് യു ഷുഡ് അപ്ലൈ എ ഫോഴ്സ്. ഒരു ഫോഴ്സിന്റെ ബലം പ്രയോഗിക്കാതെ നമുക്ക് ആ ഒരു നിന്ന നിൽപ്പിൽ നിന്ന് ഈ ഇന്നത്തെ ലോകത്തെ ഒന്ന് മാറ്റണമെന്ന് ചെയ്യണ്ടെങ്കിൽ ഒരു ബലം പ്രയോഗിച്ചിട്ടേ മാറ്റം വരുത്താവുകയുള്ളൂ. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്, ലോകത്തെ മാറ്റാൻ വേണ്ടി അധർമ്മം പെരുകുമ്പോൾ ഞാൻ വരും, ഒരു ബലം വരും, കാലം വരും, ആ വ്യവസ്ഥിതിയെ തച്ചുടക്കും. അത് തന്നെയാണ് മഹാഭാരത യുദ്ധങ്ങൾ. 3-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും 1-ാം ലോകമഹായുദ്ധവും.
കാലം തന്നെയാണ് തച്ചുടച്ചു മാറ്റുന്നത്. ഒരു ബലം വരുമ്പോൾ എന്ത് പറ്റും? ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ലോ, തമോ ഗുണം. വേണ്ട, ഇങ്ങനെ തന്നെ നിന്നാൽ മതി എന്ന് ഒരു വിഭാഗം അതിനെ ശഠിക്കും, എതിർപ്പുണ്ടാകും. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അതാണ് തമോ ഗുണം. വേണ്ട പഴയതുമാതിരി നിന്ന് ഈ മാറ്റമൊന്നും വേണ്ട, നമുക്ക് പഴയതിലേക്ക് പോകാമെന്നും പറഞ്ഞ് നടക്കുന്ന സ്വഭാവമാണ് തമോ ഗുണം. അപ്പോൾ അവിടെ ഒരു ഏറ്റുമുട്ടലുണ്ടാകും. ആ ഏറ്റുമുട്ടലിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അത് തന്നെയാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നെല്ലാം പറയുന്നില്ലേ. എപ്പോഴും ഒരു ഏറ്റുമുട്ടലിലൂടെ മുകളിലേക്ക് പോകുക. അത് ന്യൂട്ടൺ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ. ഒരു മാറ്റം വേണ്ടിക്കിൽ എല്ലാത്തിനും ഇന്നത്തെ അവസ്ഥയിൽ നിൽക്കാനാണ് സാധ്യത. അതിൽ നിന്ന് മാറ്റം വരുത്തേണ്ടിക്ക് ഒരു ബലം പ്രയോഗിക്കണം. ബലം പ്രയോഗിക്കുമ്പോൾ എതിർക്കാൻ കക്ഷികളും കാണും. ഒന്ന് ദേവന്മാരാണെങ്കിൽ മറ്റേ അസുരന്മാരാണ് മുമ്പോട്ട് പോകുന്നതിന് തടസ്സം ഉണ്ടാക്കുന്നത്. ഇതിനെ ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെ ലോകം മുന്നോട്ടേക്ക് പോകണം. അത് തന്നെയാണ് ന്യൂട്ടണും പറഞ്ഞിരിക്കുന്ന കാര്യം. അത് തന്നെയാണ് രജോ തമോ ഗുണങ്ങളും. അത് തന്നെയാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. ഒരു ഏറ്റുമുട്ടലിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ കാലം ദുഷിക്കുമ്പോൾ ലോകം മുഴുവൻ ദുഷിക്കും. ആ ശക്തിയുടെ പിന്നിൽ ഒരു ദേശമൊന്നും അല്ല യുദ്ധം, ലോകം മുഴുവനാണ്. കാലം ദുഷിക്കുമ്പോൾ ആ ശക്തി വിശേഷം വരും, അതിനെ തച്ചുടച്ചിട്ട് പുതിയൊരു സിസ്റ്റത്തിലേക്ക് പോകും. തച്ചുടക്കുമ്പോൾ ഒരു ഏറ്റുമുട്ടൽ ആവശ്യമാണ്. അത് തന്നെയാണ് ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായത്, പരശുരാമ കഥയിലൂടെ പറഞ്ഞത്. അത് തന്നെയാണ് കൊളോണിയലിസത്തിലേതായ രണ്ടാം ലോകമഹായുദ്ധം. അത് തന്നെയാണ് രാമകഥയിലൂടെ പറഞ്ഞത്. ഇപ്പോൾ നടക്കാൻ പോകുന്ന ആ ചൂഷണത്തിനെതിരായിട്ടുള്ള യുദ്ധം, ചൂതുകളിക്കെതിരായിട്ടുള്ള യുദ്ധമാണ് മഹാഭാരത യുദ്ധം. അത് തന്നെയാണ് മൂന്നാം ലോകമഹായുദ്ധം. അപ്പം സാത്വികം, രജോ ഗുണം, തമോ ഗുണം ഭാവങ്ങൾ എന്നിൽ നിന്നും ഉത്ഭവിച്ചു. ഞാൻ അവയിലല്ല. പക്ഷേ എന്നിൽ നിന്നാണ് അത് ഉത്ഭവിച്ചെങ്കിലും ഞാൻ അതിന് അടിമപ്പെട്ടിട്ടൊന്നുമില്ല. ഞാൻ അതിലില്ല. എന്നിൽ നിന്നാണ് ഉത്ഭവിച്ചെങ്കിലും ഞാൻ നിർഗുണമായിട്ട് ബ്രഹ്മമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവ എന്നിലാണുള്ളത്. എന്നിൽ നിന്നാണ് അത് ഉണ്ടായിരിക്കുന്നത്. അപ്പം എൻ്റെ മുകളിലൊന്നും അല്ല അത്. എന്നെയൊക്കെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. നിങ്ങളെയെല്ലാം നിയന്ത്രിക്കും. ഇനി 13, ലോകം ഈ 3 ഗുണങ്ങളാൽ മോഹിതരാണ്. അപ്പം നമ്മളെല്ലാം 3 ഗുണങ്ങളാൽ മോഹിതരാണ്. അതുകൊണ്ടാണ് നമ്മളൊരു അധർമ്മം കാണുമ്പോൾ നമ്മൾ പ്രവർത്തിക്കാൻ പോകുമ്പോൾ അച്ഛനമ്മമാരിൽ എന്ത് പറയും? മോനെ അങ്ങോട്ട് കൊണ്ട കേട്ടോ, അതല്ല, നീ ഇതിനകത്തൊന്നും തലയിട്ടുണ്ട് കേട്ടോ. ഇതാണ് തമോ ഗുണം. മോൻ ചിലപ്പോൾ ഞാനൊന്ന് പോയി നോക്കേ, നീ അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോയി നോക്കിയല്ലേ കാണാൻ പറ്റും. അപ്പം അതേ അവസ്ഥയിൽ നമ്മൾ വിചാരിച്ചിരുന്നല്ല നാട് നന്നാവുന്നില്ല. നമ്മൾ ഇങ്ങനെ തന്നെ നിന്നാൽ മതി. ഇങ്ങനെ നിൽക്കുന്ന ഇതേപോലെ നിന്നാൽ ലോകം പുരോഗതി ഒന്നുമില്ല. അപ്പോൾ പുരോഗതിയിലേക്ക് പോകണ്ടെങ്കിൽ ഒരു ബലം പ്രയോഗിച്ചാലേ അതിനെ മാറ്റിമറിക്കാൻ പറ്റുകയുള്ളൂ. ബലം പ്രയോഗിക്കുമ്പം അതിനെ പിന്തിരിപ്പിക്കാൻ ആളും കാണും. കാരണം ഇവിടെ തന്നെ പിടിച്ചു വെക്കണം എന്ന് നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. ഇതാണ് ശാസ്ത്രീയമായ സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച്. ഇങ്ങനെയാണ് കാലം മുന്നോട്ടേക്ക് പോകുന്നത്. ലോകം ഈ 3 ഗുണങ്ങളാൽ മോഹിതരാണ്. ജനം ഈ 3-ൽ ഏതിലെങ്കിലും ഒന്ന് പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഇവർക്ക് അപ്പുറമായ എന്നെ ഈ ജഗത്ത് അറിയുന്നില്ല. ഇതിൻ്റെ അപ്പുറമാണ് ആരുള്ളത്? ഇതിൻ്റെ എല്ലാം സൃഷ്ടികർത്താവായ ബ്രഹ്മം ഇരിക്കുന്നത് അല്ലെ കൃഷ്ണൻ ഇരിക്കുന്നത്. കൃഷ്ണൻ ഇങ്ങനെ പോയാൽ പോരാ. മഹാഭാരത യുദ്ധത്തിലൂടെ അധർമ്മികളെയെല്ലാം കൊന്നൊടുക്കിയിട്ട് അടുത്ത ലോകത്തിലേക്ക് കൊണ്ടുപോകണം. അതിനാണ് അർജുനനോട് പറഞ്ഞത്, നീ കൊല്ല്, ഈ ദുഷ്ടന്മാരെയെല്ലാം കൊന്നിട്ട് നല്ലൊരു ലോകം സൃഷ്ടിക്കുക. നീ അതിനകത്ത് ഒന്നും ചിന്തിക്കണ്ട, എന്നെ മാത്രം ചിന്തിച്ചിട്ട് ചെയ്ത. കാരണം മുകളിലുള്ള ശക്തിയാണ് പറയുന്നതിൻ്റെ അർത്ഥം ഈ 3-ാം ലോകമഹായുദ്ധം നടത്തുന്നത് ആരാണ്? മുകളിലുള്ള ആ ശക്തിയാണ്. നമ്മളെല്ലാം അതിൻ്റെ അകത്തുള്ള കീടങ്ങൾ മാത്രം. ആ ശക്തിയാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ പോകുന്നത്. അതൊരു 3-ാം ലോകമഹായുദ്ധത്തിലൂടെയാണ്, മഹാഭാരത യുദ്ധത്തിലൂടെയാണ്. അത് അവിടത്തേക്ക് എത്തിക്കുക തന്നെ, അതാണ് തീരുമാനിക്കുന്നത്. അതിന് പിന്നെ ഈ വിചാരങ്ങളിലൊന്നും അതിന് പങ്കില്ല. എന്നെ ആരും നിങ്ങൾ അറിയുന്നില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ തന്നെയാണ് ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ പോകണമെന്ന്.
അതിൽ നിന്ന് മാറ്റാനൊന്നും പറ്റില്ല. മൂന്നാം ലോകമഹായുദ്ധം നടന്നേ പറ്റൂ, മഹാഭാരത യുദ്ധം നടന്നേ പറ്റൂ. എന്നിട്ടോ 14 അപ്പോൾ അമാനുഷികവും, ഞാൻ അമാനുഷികനാണ്, മനുഷ്യനൊന്നുമല്ല, മനുഷ്യൻ്റെ ഇതിലൊന്നും പെടുന്നതൊന്നുമല്ല ഞാൻ അമാനുഷികനും ത്രിഗുണങ്ങളിൽ ചേർന്നവനുമാണ്. ത്രിഗുണങ്ങളാലാണ് ഞാൻ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെതാണ് ത്രിഗുണങ്ങൾ. അല്ല, ത്രിഗുണം എന്നെ നിയന്ത്രിക്കുന്നൊന്നുമില്ല. എന്നിൽ നിന്നും ഉത്ഭവിച്ച ഈ ത്രിഗുണങ്ങൾ, പ്ലാൻ ഉണ്ടായ ഈ മായയെ തരണം ചെയ്യുവാൻ പ്രയാസമാണ്. അതായത് നമ്മുടെ മനസ്സിനെ മൂടിയിട്ടുണ്ട്, 3 തരം ഗുണങ്ങളാൽ മൂടിയിട്ടുണ്ട്. എന്താണ് 3 തരം ഗുണം? നമ്മളിൽ 3 തരം സ്വഭാവങ്ങളാണുള്ളത്. ഒന്നിക്കിൽ ഇതേപോലെ അങ്ങ് പോവുക, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സത്വഗുണം. ഇന്നലെ എങ്ങനെയാ പോയ, ഇന്ന് അങ്ങനെ തന്നെ പോയാൽ മതി, ഇന്ന് കുടിച്ച് അങ്ങനെ പോയാൽ മതി. രണ്ടാമത്തെ, ചിലവരിൽ എന്തുണ്ട്, ഇങ്ങനെ പോയാൽ പോലെ ഇങ്ങനെ മറിച്ചിട്ട് അടുത്തയിലേക്ക് പോകണം, അതാണ് രജോ ഗുണം. ചില ആൾക്കാർ പറയും അങ്ങനെയൊന്നും പോകാൻ പോലെ, ഇതൊന്നും ശരിയല്ല, ഇവിടെ എല്ലാം അധർമ്മ്യങ്ങളാണ്, ഇവരൊന്നും ശരിയാക്കില്ല, ഇതിനെയൊന്നും ശരിയാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വേറൊരു ഗുണമുണ്ട്. വേറെ കക്ഷികൾ പറയാം അങ്ങനെ നീ പോകുമൊന്നും വേണ്ട, നീ പഴയതിൽ തന്നെ നിന്നാൽ മതി, നമുക്ക് പിന്നോട്ടേക്ക് പോയാൽ മതി. ചിലവർ മുന്നോട്ടേക്ക് പോകണമെന്ന് പറയുമ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ അത് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ആ കക്ഷി പറയും വേണ്ട, നമുക്ക് പിന്നോട്ടേക്ക് പോകാം, പഴയ ഗോത്ര കാലഘട്ടത്തിലേക്ക് പോകാം. ഇങ്ങനെ 3 സ്വഭാവങ്ങൾ മനുഷ്യരെ മൂടിയിരിക്കുകയാണ്. ഇതിനെ മറികടക്കാൻ ആർക്കും പറ്റില്ല. ഇങ്ങനെ 3 വികാരങ്ങളായിട്ട് മനുഷ്യൻ മൂടിയിട്ടുണ്ട്. അതിനെ മറികടക്കാൻ ആ മായ, ഇതെല്ലാം ആ ശക്തിയിൽ നിന്ന് വന്നതാണ്. അതിനെ മറികടക്കാൻ പറ്റില്ല, പ്രയാസമാണ്. എന്നെ ശരണം പ്രാപിക്കുന്നവൻ അവനെ തരണം ചെയ്യും. അപ്പം ഈ സത്യം ബ്രഹ്മമാണ്. ഇതെല്ലാം ഈ ഗുണങ്ങൾ ഉണ്ടാക്കി, നമ്മിൽ ഇങ്ങനെ ഒരു ഗുണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ട് ആ ബ്രഹ്മത്തിൻ്റെ കളിയാണ് ഇത് മനസ്സിലാക്കുന്നവന് മാത്രമേ ഇതിൽ നിന്നും മറികടക്കാൻ പറ്റൂ. അപ്പോൾ ഈ ത്രിഗുണങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിന്നിട്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണം, എന്താ മനുഷ്യൻ ഇങ്ങനെയെല്ലാം 3 തരത്തിൽ. ഒരാൾ അലസന്മാരെ നിന്നെടുത്ത് നിൽക്കാൻ നോക്കുന്നു, ചിലവർ നന്നാക്കാൻ നോക്കുന്നു, ചിലവർ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെല്ലാം നോക്കുമ്പം ലോകം പുരോഗമിക്കുകയാണ്. അപ്പോൾ ഈ 3 ഉണ്ടെങ്കിലേ ഒരു സയൻസ് പൂർണ്ണമാവുകയുള്ളൂ. ഈ 3 ഉണ്ട്. കാരണം നമ്മളൊരു ഭൂമിയിൽ നിൽക്കണ്ടിക്ക് തന്നെ ഈ 3 ഗുണങ്ങളും ഉണ്ട്. നമ്മൾ ചെയ്യുന്ന എന്താണ്, നമ്മളെ ബലം ഭൂമിയിലേക്ക് താഴാൻ വേണ്ടിയിട്ട് ബലം ഭൂമിയിലേക്ക് താഴാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ചളിയിൽ നിന്ന് നോക്കി അങ്ങ് താണു പോകും. അപ്പം നമ്മൾ ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബലം കീഴോട്ടേക്ക് പോകാൻ പ്രയത്നിക്കുന്നുണ്ട്. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ പോകണ്ടാന്ന് പറഞ്ഞ് മുകളിലോട്ടേക്ക് തന്നിടുന്നുണ്ട്. അപ്പോൾ ഒന്ന് രജോ ഗുണമാണെങ്കിൽ മറ്റേത് തമോ ഗുണമാണ്. ഇത് 2 ന്യൂട്രലായത് കൊണ്ടാണ് നമുക്ക് സത്വഗുണമുണ്ടാകുന്നത്. എന്ത്, നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു വസ്തു ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ 2 ബലങ്ങളുണ്ട്. നമ്മളെ ശരീരം ഇങ്ങനെ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ട്? നമ്മളെ ശരീരത്തിൽ ഒരു പ്രതിരോധ ശക്തിയുണ്ട്. ആ ശക്തിക്ക് വേറൊരു ശക്തി എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തുനിന്ന് ബാക്ടീരിയ എല്ലാം നമ്മളെ തിന്നാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശരീരം പ്രതിരോധ ശക്തി എന്ത് ചെയ്യുന്നു, അതിനെ എതിർക്കുന്നു. ആ തിന്നാൻ ശ്രമിക്കുമ്പോൾ ശരീരത്തിലുള്ള ശക്തി അതിനെ എതിർക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെ ശരീരം തിന്നാതെ ഇങ്ങനെ കിടക്കുന്നത്. ആ പ്രതിരോധ ശക്തി അങ്ങ് പോയാൽ ചത്തു കഴിഞ്ഞാൽ ബാക്ടീരിയ വന്നിട്ട് തിന്നു തീർക്കും. ആ നിമിഷം മുതൽ തിന്നാൻ തുടങ്ങും. അപ്പം നമ്മളിങ്ങനെ സ്ഥായിയായി നിൽക്കണ്ടെങ്കിൽ 2 ശക്തികൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള ബാക്ടീരിയകൾ, വൈറസുകളെല്ലാം നമ്മളെ തിന്നാൻ ശ്രമിക്കുന്നു. നമ്മളെ ഉള്ളിൽ നിന്നുള്ള ഒരു ശക്തി അതിനെ ഏറ്റുമുട്ടുന്നു. ഒരു ബാലൻസിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ്. എപ്പോൾ ഏത് സമയം വീക്കാവുമ്പോൾ അങ്ങോട്ടേക്ക് കയറി അറ്റാക്ക് ചെയ്യും. ഇപ്പം ലോകം ത്രിഗുണത്തിലാണ് നിൽക്കുന്നത്. എല്ലാം ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. പോട്ടെ. ഇനി 15ാമത്തെ
പാപികളും മൂഢന്മാരുമായ മനുഷ്യൻ, മായയാൽ ജ്ഞാനം നശിച്ചവരും ആസുര സ്വഭാവക്കാരുമാകയാൽ അവർ എന്നെ ഭജിക്കുന്നില്ല. പാപികളായ മനുഷ്യർ, മൂഢന്മാരായ മനുഷ്യർ, മായയാൽ ജ്ഞാനം നശിച്ചു. അപ്പൊ ഇവരെല്ലാം മായയാൽ ജ്ഞാനം നശിച്ചു. ഏത് മായ? ഈ ത്രിഗുണാത്മകമായ മായയാൽ ജ്ഞാനം നശിച്ചു. അവർ എന്നെ ഭജിക്കുന്നില്ല. ആരെയുള്ള? ശരിയായ ഈശ്വരനെ, ബ്രഹ്മത്തെ ഭജിക്കുന്നില്ല. ശരിയായ ബ്രഹ്മത്തെ ആരാ ഭജിക്കുന്ന? ബ്രഹ്മത്തിന് അമ്പലമുണ്ട്. ഏതോ ഒരു തരം ഭാവനയിലൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവരെ ആരാധിക്കുന്ന ശിവനെയാണ്, ബ്രഹ്മത്തെ അല്ല, നിർഗുണമായ അതിനെയല്ല. നിർഗുണമായ ഒരു ബ്രഹ്മത്തെ അങ്ങനെ ഒരു സ്ഥാനത്ത് സ്ഥാപിക്കാനും പറ്റൂല. ഋഷികളൊന്നും സ്ഥാപിച്ചിട്ടുമില്ല. ഇതേതോ ഒരാൾ കയറിയിട്ട് ഉണ്ടാക്കിയതാണ് ആ ഓച്ചിറയിൽ. അത് തന്നെ അവിടെ ഓച്ചിറ കളമെല്ലാം പറഞ്ഞില്ലേ, അത് ശിവനെയെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ശിവനൊന്നും ബ്രഹ്മമല്ല, അജ്ഞാനികളാണ്. ഈശ്വരനെ ആരും ഭജിക്കുന്നില്ല. ഈ ലോകത്ത് ഒറ്റ ഒരുത്തൻ ഈശ്വരനെ ഭജിക്കുന്നില്ല. ഈ നിർഗുണമായ ബ്രഹ്മത്തെ ഭജിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതും പറയുന്നുണ്ട്, അത് ഭജിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഭജിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം വേണം. ഇതെല്ലാം വിട്ടു പോകണം. ഈ മായിൽ നിന്നെല്ലാം വിട്ടിട്ട് അവിടത്തേക്ക് പോകണം. ഇനി 16 പറയുന്നു, 4 തരക്കാരായ പുണ്യവാന്മാർ എന്നെ ഭജിക്കുന്നു. അപ്പൊ ഈ ബാക്കിയുള്ളവര്, ഈ പാപികളായവരൊന്നും എന്നെ ഭജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരാണത്? നമ്മളെ യുക്തിവാദികൾ എന്ന് പറയാൻ വേണമെങ്കിൽ. യുക്തിവാദികൾ മൂഢന്മാര് തന്നെയാണ്. പാപികളാണെന്നൊന്നും പറയാൻ പറ്റില്ല, മൂഢന്മാരാണ്. അവരെന്നെ ഭജിക്കുന്നില്ല. അങ്ങനെ ഒരു ശക്തിനെ വിശ്വസിക്കുന്നേ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അല്ലാതെ ഭജിക്കുന്നവരില് 4 തരക്കാരുണ്ട്. ആർത്തൻ, ജിജ്ഞാസു. ആർത്തൻ എന്ന് പറഞ്ഞാൽ ആർത്തി പിടിച്ച് നടക്കുന്നവനില്ല. ആർത്തി പിടിച്ച് നടക്കുന്നവനാണ് ഭജിക്കുന്നത്. ആരെ? അത് ഈ കൃഷ്ണനെയാണ്, മറ്റേ ബ്രഹ്മത്തെ അല്ല കേട്ടോ. പിന്നെ ജിജ്ഞാസു, അറിയാൻ ആഗ്രഹമുള്ളവൻ. പിന്നെ പകുതി ആർത്തനായവൻ. പിന്നെയോ ജ്ഞാനിയും. ഇങ്ങനെ 4 പേരുണ്ട് എന്ന് പറയുകയാണ്. ഇതിൽ യോഗനിഷ്ഠയോടെ യോഗനിഷ്ഠയോടെ ഭക്തി ഒഴിച്ച് മറ്റൊന്നിനോടും താല്പര്യമില്ലാതെ, മനസ്സിൽ സ്ഥാനമില്ലാതെ, ഭക്തി ഒഴിച്ച് എന്നെപ്പറ്റിയുള്ള ചിന്ത മാത്രം ഭക്തി എന്ന് പറഞ്ഞാൽ എന്നെപ്പറ്റിയുള്ള ചിന്ത മാത്രം ഒഴിച്ച് മറ്റൊന്നിനും സ്ഥാനമില്ലാത്തവനാണ് ജ്ഞാനി. അവനാണ് വിശിഷ്ടൻ എന്ന് പറയുന്നത്. ജ്ഞാനി, അറിവ് നേടുന്നവൻ. അപ്പം ഈ ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കി എന്നെ മനസ്സിലാക്കുന്നവനാണ് ജ്ഞാനി. അപ്പം ജ്ഞാനി എന്ത് വേണം? പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ ആ ബ്രഹ്മത്തിൻ്റെ സ്വഭാവവും അതെന്തിനാണ് പ്രപഞ്ചമായി മാറിയത് എന്നുള്ള സത്യം മുഴുവൻ മനസ്സിലാക്കുക. അവനാണ് ജ്ഞാനി. അവൻ എന്നിലും ഞാൻ അവനിലും പ്രിയനാണ്. അവൻ എനിക്കും എനിക്ക് അവനെയും പ്രിയനാണ്. അവനെ ആണ് ആർക്കിഷ്ടം? കൃഷ്ണന് ഇഷ്ടം. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മത്തിന് ഇഷ്ടം. ആ ജ്ഞാനം നേടുന്നവരെ, പ്രപഞ്ചരഹസ്യം മുഴുവൻ മനസ്സിലാക്കുന്നവരെ. പിന്നെ നമ്മൾ എന്ന അഹങ്കാരം ഉണ്ടാവില്ല, എല്ലാം അതാ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ കഴിവുകളിൽ അങ്ങനെ വിശ്വസിച്ച് മനസമാധാനത്തോടെ ഇരിക്കും. ഇതെല്ലാം അത് ചെയ്തു കൂട്ടുന്നതാണെന്നും അവരിലാണ് ഞാനിരിക്കുന്നത്, ഞാനല്ല അവനാണ്. 2 പേർക്കും പരസ്പരം പ്രേമമാണെന്നാണ് പറയുന്നത്. പ്രിയനാണ് എന്ന് പറയുകയാണ്. എൻ്റെ പാൻഡിൽ എന്ന് പറയുന്നു, എല്ലാവരും ഉദാരന്മാരാണ്, പക്ഷേ ജ്ഞാനി ആത്മസ്വരൂപനാണ്. എല്ലാവർക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആരും കുറ്റക്കാരനായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഇവൻ ആത്മസ്വരൂപനാണ്. ആത്മാവുമായിട്ട് താതാത്മ്യം ബാധിച്ചവനാണ് ഇത്തരം വ്യക്തികൾ. അവൻ എന്നെ തന്നെ ഏകാഗ്രമായി ചിന്തിച്ച് എന്നെ പരമലക്ഷ്യമായി കരുതുന്നു. അവൻ ബ്രഹ്മജ്ഞാനം, ആ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുന്നതിൽ മനസ്സ് ചിന്തിച്ചുകൊണ്ട് അവൻ പോകുന്നു. ഇനി 19 വളരെ ജന്മം കഴിഞ്ഞ് ജ്ഞാനി എന്നെ പ്രാപിക്കും. അങ്ങനെയുള്ള ജ്ഞാനികൾ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവര് വളരെ കാലം കഴിഞ്ഞ് എന്ത് പ്രാപിക്കും? എന്നെ പ്രാപിക്കും. അതായത് ശാസ്ത്രതത്വം മനസ്സിലാക്കാൻ ശ്രമിച്ച ജ്ഞാനികൾ
അത് ന്യൂട്ടനെ പോലെയുള്ളവരും കുറേ ശാസ്ത്രജ്ഞന്മാരല്ലോ, അവരെല്ലാം പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ്. അവർക്ക് പക്ഷപാതമൊന്നുമില്ല. എന്താണ് പ്രപഞ്ചം എന്ന് മനസ്സിലാക്കണം. ശ്രമിച്ച് പല യുഗങ്ങളിലൂടെ ശ്രമിച്ചിട്ട് അവസാനം അവരെന്ത് ചെയ്യും? എന്നെ പ്രാപിക്കും. അതുകൊണ്ടാണ് പിന്നെ അവരൊന്നും ജനിക്കാത്തത്. അങ്ങനെയുള്ള ബുദ്ധിമാന്മാരൊന്നും പിന്നെ ജനിക്കുന്നില്ല. കാരണം ഒരിക്കൽ അവർ ചെയ്യേണ്ടതെല്ലാം കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ അടുത്ത ജന്മത്തിൽ അവർക്ക് കർമ്മമൊന്നുമില്ല. അവർ ബ്രഹ്മസാക്ഷാത്കാരം നേടി. അല്ലെങ്കിൽ ഇന്നും ന്യൂട്ടന്മാർ കുറേ ഉണ്ടാകണമായിരുന്നു, ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ റോള് കഴിഞ്ഞു. അവർക്ക് അതിലും വലിയ റോളതിന് ചെയ്യാനില്ല. അതുകൊണ്ട് അവർക്കൊന്നും പുനർജന്മില്ല. കുറേ ജന്മങ്ങളോടെ അപ്പം പഴയ തലമുറകളായിട്ടാണ് അവർ ശാസ്ത്രജ്ഞന്മാരായിട്ട് വന്നത്. ചിലപ്പോൾ 2-3 ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ വന്നു, അടുത്തേലും വന്നു, കൂടുതൽ കണ്ടെത്തി, പിന്നത്തെ കാലത്തിൽ വന്നു കൂടുതൽ കണ്ടെത്തി. അങ്ങനെയുള്ളവരാണ് ന്യൂട്ടനും എല്ലാം. അവരുടെ ആ കാലഘട്ടം കഴിഞ്ഞാൽ എല്ലാം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവരെ ജനിപ്പിച്ചിട്ട് കാര്യമില്ല. അവ എന്തായി? ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. അതാണ് അത്തരം ആൾക്കാർ ദുർലഭമാണ്. അങ്ങനെയുള്ളവർ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ന്യൂട്ടനെ എല്ലാമാണ് പറയുന്നത്. ഡാർവിൻ, ന്യൂട്ടൺ, ഇങ്ങനെയെല്ലാം ചിലവരെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. ഇനി അങ്ങനെയുള്ള ചിന്തകര് അവരെല്ലാം പക്ഷം പിടിച്ചിട്ടുള്ളവരല്ലേ. ഇനി 20 തങ്ങളുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് സ്വയം നിയന്ത്രിതമായി അതാത് ആഗ്രഹങ്ങൾക്ക് അധീനമായി ബുദ്ധിയോടുകൂടിയവർ അതാത് ദേവതകളെ ആശ്രയിച്ചു കഴിയുന്നു. ഇവിടെയാണ് ദേവതകൾ വരുന്നത്, ഈശ്വരനല്ല. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ദേവതകളാണ്. വേദത്തിൽ നോക്കിയാൽ ദേവതകൾ എന്ന് പറയുമ്പോൾ കല്ലും മണ്ണും എല്ലാം ദേവതയാണ്. വെള്ളം ദേവതയാണ്, സൂര്യൻ ദേവതയാണ്. തങ്ങളുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച്. അപ്പം ജനിക്കുമ്പോൾ നമുക്ക് ഓരോ സ്വഭാവം വെച്ചിട്ടുണ്ട്. ഇവന് പണത്തിൽ ആർത്തി മൂത്തിട്ട് കുറേ കെട്ടിടങ്ങൾ നാട് മുഴുവൻ കെട്ടട്ടെ, ഇവൻ ആർത്തി മൂത്തിട്ട് ലോകം മുഴുവൻ കോൺട്രാക്ട് എടുത്തിട്ട് റോഡ് വെട്ടട്ടെ. ആർത്തി മൂത്തിട്ട്, പക്ഷേ ആർത്തി മൂത്തിട്ട് ചെയ്യാനൊന്നും പറയുന്നില്ല. ചെയ്യാൻ എങ്ങനെയാ പറഞ്ഞിരിക്കുന്ന? നിഷ്കാമ കർമ്മം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊന്നും ചെയ്യില്ല. ഞാനെന്ന ചിന്തി ഉണ്ടാക്കുമ്പോൾ ഇതുണ്ടാവും. അപ്പം തങ്ങളുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് സ്വയം നിയന്ത്രിതമായി, അപ്പോൾ അവൻ ആ വിഷയത്തിൽ നിയന്ത്രിതമായി അതാത് ആഗ്രഹങ്ങൾക്ക് അധീനമായി അവൻ്റെ ആഗ്രഹം, എനിക്ക് കുറേ പണം ഉണ്ടാക്കണം, അത് വീട് റിയൽ എസ്റ്റേറ്റ് നടത്തിയിട്ടായിക്കളയും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇറങ്ങും. രാവിലെ തൊട്ട് ഉടുത്തൊരുങ്ങി റിയൽ എസ്റ്റേറ്റ് എവിടെ സ്ഥലം ചൊരുവിൽ കിട്ടും അതും വാങ്ങി 2 മതിലും കെട്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങും. എന്നിട്ട് അതാത് ദേവതകളെ ആശ്രയിക്കുന്നു. ആരെയാ ദേവതകൾ? ഈ കല്ലിനെയും മണ്ണിനെയും എല്ലാം ഭൂമിയെ ആശ്രയിക്കും. ഭൂമി ദേവിനെയാണ് അവരാഗ്രഹിക്കുക. ഭൂമി ദേവിയാണ്. ദേവതകൾ എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയാണ്. അവൻ്റെ ദേവത എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ആ റിയൽ എസ്റ്റേറ്റ് ചുടൂല് കിട്ടുന്ന ഭൂമി, വരെയുള്ള ഭൂമിയല്ല. ചുടൂല് കിട്ടുന്ന ഭൂമിയാണ് അവൻ്റെ ദേവത. അവൻ്റെ നോട്ടം നല്ല സിറ്റിയിലുള്ള വലിയ സ്ഥലത്തൊന്നും അവൻ്റെ നോട്ടം പോവില്ല. എവിടെയെങ്കിലും വില കുറഞ്ഞ് കിട്ടുന്ന ഭൂമിയുണ്ട്, അവൻ്റെ നോട്ടെപ്പോൾ ആ ദേവതകളിലാണ്. ആ ദേവതകളാണ് അവനെ സഹായിക്കുന്നത്. ചിലവർക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്, രാവിലെ തൊട്ട് മുഴുവൻ കുടിച്ച് നടക്കണം. അവൻ്റെ നോട്ടം മുഴുവൻ എവിടെയായിരിക്കും? ഹോട്ടലുകൾ നോക്കിക്കൊണ്ട് കയറി. അവൻ്റെ ദേവത എന്ന് പറയുന്ന ഇറച്ചിയാണ് അവൻ്റെ ആഗ്രഹം സാധിക്കുന്നത്. അപ്പോൾ ഇറച്ചിയുടെ വിഗ്രഹം എല്ലാം ഉണ്ടാക്കിയിട്ട് പൂജിക്കും. കുബേരൻ്റെ പണം വേണ്ടുന്നവർ കുബേരൻ്റെ പ്രതിമ ഉണ്ടാക്കും. കാരണം ആഗ്രഹം മുഴുവൻ എന്തിനാണ്? പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഈശ്വരനല്ല. ഈശ്വരൻ വേറെയോ കിടക്കുന്നത്. ഇങ്ങനെ ഈ ദേവതാ സങ്കല്പങ്ങൾ വന്നിരിക്കുന്നത്. അവനവൻ്റെ ദേവതകളെ, കൃഷിൻ്റെ പരശുരാമനെ നമുക്ക് ആരാധിക്കാം. കാരണം കലപ്പിയായിട്ട് കിടക്കുന്ന പരശുരാമന. അപ്പം കൃഷിദേവത, കൃഷി ചെയ്യുന്നവനെല്ലാം ദേവതയായിട്ട്. അല്ലെ ഹനുമാൻ. കാരണം ചിലവർക്ക് ഹനുമാനാണ്. വായുപുത്രൻ. കഥയിൽ ഓരോ രൂപത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവരെല്ലാം ആരാധിച്ചുകൊണ്ട്, അവനവന് ഇഷ്ടപ്പെട്ട ദേവതകളെ ആരാധിച്ചുകൊണ്ട് ബുദ്ധിയോടുകൂടി
തങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഓരോ ദേവതന. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ ദേവതകൾ എന്താണ്, കല്ലും മണ്ണും എല്ലാമാണ്. കല്ലിനെ ആരാധിക്കും. അതുകൊണ്ട് ചിലയിടത്ത് പ്രതിഷ്ഠ കല്ലാണ്, ചിലവർക്ക് കുന്തം വേണം. കാരണം എല്ലാവരും കുത്തിക്കൊല്ലണ്ട, മനസ്സിലെപ്പോഴും വല്ലവനെ കുത്തി കൊല്ലേണ്ട ആഗ്രഹമാണ്. അപ്പം കുന്തന്മാരിയുള്ള ദേവതകളും ഉണ്ട് കഥയിൽ. ഭദ്രകാളിനെല്ലാം വേണം. കാരണം ചിലവർക്ക് ഭദ്രകാളി വേണം. ഉള്ളിലെപ്പോഴും ദേഷ്യം കൊണ്ട് അങ്ങനെ പുകഞ്ഞു കിടക്കാൻ ആരെ ശരിയാക്കാൻ പറ്റും? അപ്പോൾ ആ കിടക്കട്ടെ ഭദ്രകാളി. തങ്ങളുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് സ്വയം നിയന്ത്രിതമായി അതാത് ആഗ്രഹങ്ങൾക്ക് അധീനമായ ബുദ്ധിയോടുകൂടിയവൻ അതാത് ദേവകളെ ആശ്രയിച്ചു കഴിയുന്നു. അവരെ ദേവതകളെ ആശ്രയിച്ചു കഴിയുന്നു. കച്ചവടത്ത് താല്പര്യമുള്ളവൻ കച്ചവടമായിട്ട് അങ്ങനെ നടക്കും. കച്ചവടം ഒരു ഫോട്ടോ എല്ലാം വെച്ച് കച്ചവടത്തിൻ്റെ ദേവതയാണ് അവിടെ വിൽക്കുക. പണത്തിന് വേണ്ടവർ കുബേരനെ വെക്കും. ഇങ്ങനെ ഓരോ മനസ്സിനനുസരിച്ച് കുറേ ദേവതകളെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ തന്നെയാണ്. സൂര്യൻ ദേവതയാണ്, ചന്ദ്രൻ. സൂര്യനെ ആരാധിക്കുക. സൂര്യനാണല്ലോ എല്ലാം ചെയ്യുന്നത്, കാലമാണല്ലോ. കാലം. 21 ഏതേതു ഭക്തർ ഏതേതു ദേവതകളെ ശ്രദ്ധയോടെ അർച്ചിക്കുന്നുവോ അവനിൽ ഞാൻ ആ ശ്രദ്ധ ഉറപ്പിക്കുന്നു. അവനിൽ ആ ശ്രദ്ധ ഞാനാണ് ഉറപ്പിച്ചത്. നീ ഇതും വെച്ചുകൊണ്ട് പോകുന്നത്, എനിക്ക് പണം ഉണ്ടാക്കേണ്ടതാണ്, കുബേരനാണ്. എന്നാൽ പിന്നെ നിന്റെ വിശ്വാസമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. നീ കുബേരനെയും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുബേരനെയും ആരാധിച്ചുകൊണ്ട് പോകും. നിനക്ക് വെള്ളം ബോട്ടലിലാക്കി വെക്കാനാണോ താല്പര്യം? ശരി, നിന്നിൽ ജലദേവതയെ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു വിശ്വാസം. അപ്പോൾ അയാൾ ജലദേവതേൻ്റെ പടലുണ്ടാക്കി ഗംഗാദേവിയെ എടുത്ത് പൂജിച്ചിട്ട്, കാരണം കുപ്പിയിൽ വെള്ളം ആക്കിയല്ലോ, വെള്ളം നിറച്ചിട്ടാണല്ലോ അവൻ ബോട്ടിൽ വെള്ളം എടുത്ത് കുപ്പിയിലാക്കി വിൽക്കുന്ന ജോലി. അപ്പം ജലദേവത. പിന്നെ ദേഷ്യവും കോപവും എല്ലാം ഏറ്റുമുട്ടാനെല്ലാം നടക്കുന്ന കക്ഷികൾക്കാണ് ആയുധം കൊടുത്തിട്ട് ഇതിനെ നീ ആരാധിച്ചു. എൻ്റെ വിശ്വാസം ഇതിൽ കിടക്കട്ടെ. അപ്പം ചിലവർക്ക് എപ്പോഴും വലിയ ഭദ്രകാളിനിയല്ല, അല്ലെങ്കിൽ പിശാചും ഈ കുട്ടിച്ചാത്തന വരെ പിടിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ആർക്കെങ്കിലും ഒളിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയ കക്ഷി ഉണ്ടെങ്കിൽ ഏതാന്ന് നോക്കി. അപ്പം ശരി, കുട്ടിച്ചാത്തൻ കിടക്കട്ടെ, എനിക്കത് മതി. അപ്പം കൃഷ്ണൻ പറഞ്ഞ ശരിക്കും എനിക്കും ആ വിശ്വാസമായി കിടക്കട്ടെ. അങ്ങനെ ഓരോ ആള് ഇതിൽ മാത്രമല്ല, എല്ലാവരിലും. ചിലവർക്ക് കുരിശിലാണ് വിശ്വാസം. ശരി, കിടക്ക്, കുരിശ് കൊണ്ട് നീ നടക്കുന്നവർക്ക് കുരിശിൽ വിശ്വാസമായിട്ട് കുറേ പേരെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ആൾക്കാരെല്ലാം ഞാൻ തന്നെയാണ് അവരിൽ ആ വിശ്വാസം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളിൽ എന്തെല്ലാം വിശ്വാസം ഉണ്ടോ അതെല്ലാം ഞാൻ തന്നെയാണ് അതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ദേവതകളൊന്നുമല്ല, നിങ്ങൾ ഈ ആരാധിക്കുന്ന ദേവതകളൊന്നുമല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് മുകളിൽ കിടക്കുകയാണ്. ഇതിനെല്ലാവരും മുകളിലും താഴെ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ മുകളിലും താഴെ, നമുക്ക് മുകളിലും താഴെ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എടുത്തു കഴിഞ്ഞാൽ സൂര്യന് ചുറ്റും ഒരു ഗോളം ഇങ്ങനെ ചുറ്റിയാണ്. അതിൽ ഏതാണ് മുകളിലും താഴെ എടുക്കാൻ പറ്റുക? എല്ലാം ഒരുപോലെ ഇരിക്കുകയാണ് പ്രപഞ്ചം. അപ്പോൾ മുകളിൽ നിന്നൊന്നും പറയുന്നതിനൊന്നും അർത്ഥമില്ല. ഓരോ ആൾക്കും ഓരോ വിശ്വാസം ഇട്ട് കൊടുത്തുകൊണ്ട് അവരിൽ ഞാൻ തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ആര്? ആ മുകളിലുള്ള ശക്തി വിശേഷം, പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രേരിപ്പിച്ച ശക്തിയല്ല, ഈ കൃഷ്ണനല്ല. അത് ഇവിടെ പിന്നിൽ പറഞ്ഞുകൊണ്ട് വരികയാണ്. 22 അശ്രദ്ധയോടെ അവൻ ആ ദേവതയെ ആരാധിച്ച് ഞാൻ നൽകുന്ന കാമങ്ങൾ ആർജിച്ചു കഴിയുന്നു. ആ ശ്രദ്ധയോടെ അവൻ അതിലുള്ള ശ്രദ്ധയോടുകൂടി ആ ദേവതകളെ ആരാധിച്ചിട്ട്, ഈ ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച കല്ലിനെയും മണ്ണിനെയും എല്ലാം ആരാധിച്ചിട്ട്, ഏതോ ഒരു സിനിമയിൽ ഒരു മുള കിട്ടിയപ്പോഴും മുളദേവത എന്നും പറഞ്ഞുകൊണ്ട് ആരാധിച്ചില്ല. അതുപോലെയുള്ള അവസ്ഥ തന്നെ. അതിലും ആഗ്രഹം വെച്ചുകൊണ്ട് ഞാൻ നൽകുന്ന കാമങ്ങൾ, എന്തിനാ? കാമത്തിന് വേണ്ടിയാണ്. ഇതല്ലോ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ ആഗ്രഹം സാധിക്കണം. അതിനു വേണ്ടിയാണ് ഓരോ ദേവതകളെ പിടിച്ചിരിക്കുന്നത്. വെള്ളം കുപ്പിയിലൊക്കെ വിറ്റ് പൈസ ആക്കണ്ടിക്കല് വെള്ളദേവത, ജലദേവത, ഗംഗേന ആരാധിക്കും. കാമങ്ങൾ ആർജിച്ച് കഴിയുന്നു. അങ്ങനെ കാമങ്ങൾ ആർജിച്ച് മനുഷ്യന് കഴിയും. എന്നിട്ട് 23 പറയുന്നു, എന്നാൽ
അല്പബുദ്ധികളായ അവർക്ക്, അവരെല്ലാം അല്പബുദ്ധികളാണ്, അല്പബുദ്ധികളായ അവർക്ക് ലഭിക്കുന്ന ഫലം നശിച്ചു പോകും. കാരണം ഒരു സുന്ദരിയായ ഭാര്യയെല്ലാം കിട്ടണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നാലെ വെച്ച് കെട്ടിക്കഴിഞ്ഞിട്ട് 2 കെട്ട് കഴിയുമ്പോൾ സൗന്ദര്യമില്ല, ഒരു ചുക്കുമില്ല, എല്ലാം പോയി. ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. ഒരു നല്ല സുന്ദരമായുള്ള കെട്ടിടമെല്ലാം കെട്ടിയിട്ട് വെച്ചിരിക്കും. എൻ്റെ നാട്ടിൽ ഞാനാണ് ഏറ്റവും സുന്ദരമായ വീട്ടിൽ താമസിക്കണ്ട 2-5 നില, ഈ നാട്ടിൽ വേറെ ആർക്കും ഇല്ല. ഇത് കാണുമ്പോൾ വേറെ കയറിയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ അപ്പുറത്ത് 5-ന് പകരം 10 നില കെട്ടിയിട്ട് ഒരു വീടും വെച്ച് അവൻ വന്നിരിക്കുമ്പോൾ ഇവൻ്റെ ഇതെല്ലാം പോയി. ഇവൻ്റെ പൈസയെല്ലാം വെള്ളത്തിൽ, ഇവൻ്റെ ആഗ്രഹങ്ങളും വെള്ളത്തിൽ. അതുകൊണ്ട് എന്നാൽ അല്പബുദ്ധികളായ അവർക്ക് ലഭിക്കുന്ന ഫലം നശിച്ചു പോകും. ദേവാരാധകർ ദേവന്മാരെ പ്രാപിക്കുന്നു. അപ്പം ദൈവത്തെ ആരാധിക്കുന്നവർ ദേവന്മാരെ പ്രാപിക്കുന്നു. എന്നാൽ ഭക്തർ എന്നെ പ്രാപിക്കുന്നു. ആ ഭക്തർ യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ നിർഗുണമായ ബ്രഹ്മത്തെ ചിന്തിക്കണം. ആ ബ്രഹ്മത്തെ നിർഗുണമായ ബ്രഹ്മമാകുമ്പോൾ ആ ബ്രഹ്മം തന്നെയാണ് ഇവിടെ കാണുന്ന ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും പട്ടിയായാലും പൂച്ചയായാലും എല്ലാം ആ ബ്രഹ്മമാണ്. ആ ഒരവസ്ഥയിലേക്ക്, അതാണ് ആത്മീയത, വേദം പറയുന്ന ആത്മീയത, അതാണ് സനാതന ധർമ്മം, അതാണ് ലോകത്തെ പഠിപ്പിക്കേണ്ടത്. ആര് പഠിപ്പിക്കും? ഇനി 24 എൻ്റെ അവ്യയവും, ഞാൻ അവ്യയനാണ്, അനന്തവും തമോ രജോ ഗുണം ഇതൊന്നുമില്ലാത്തവനുമായ, ഇതിനെല്ലാം അതീതനുമായ എന്നെ വ്യക്തിത്വം പ്രാപിച്ചവനെന്ന് ബുദ്ധിഹീനർ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു രൂപവും ഭാവവും ഇല്ലാത്ത എന്നെ, ഞാൻ ത്രിഗുണങ്ങൾക്കും അതീതനാണ്. എന്നിട്ടോ എല്ലാത്തിനും അതീതനായ എന്നെ അറിയാതെ അവ്യക്തനായ എന്നെ, ഒരു വ്യക്തതയുമില്ലാതെ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രൂപവും ഭാവവും ഒന്നുമില്ലാതെ എന്നെ ബുദ്ധിഹീനർ വ്യക്തിത്വം പ്രാപിച്ചവനെന്ന് വിചാരിക്കുന്നു. ഏതോ ഒരു വ്യക്തിയാണ് എന്ന നിലയിൽ കാണുന്നു. അപ്പം ബുദ്ധിഹീനർ ഈ ബ്രഹ്മം എന്ന് പറയുന്നതിന് രൂപവും ഭാവം ഒന്നുമില്ലാതെ ഈ എന്നെ വ്യക്തിത്വം പ്രാപിച്ചിട്ട് ജനിച്ചവനായിട്ടുള്ള, അതായത് കൃഷ്ണൻ, ഞാൻ കൃഷ്ണൻ ജനിച്ചവനായിട്ട് ആര് കാണുന്നു? ബുദ്ധിഹീനർ. ഇവിടെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ കൃഷ്ണൻ എങ്ങനെയാണ് വന്നത്. വേദവ്യാസന്റെ കഥയിലൂടെ ആവിഷ്കരിച്ച ഒരു കഥാപാത്രമാണ് കൃഷ്ണൻ. വേദവ്യാസൻ പറയുന്നതിന് പകരം ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ട് ബ്രഹ്മമെന്ന ആ ശക്തി ഓരോ കാലങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ ഓരോ കാലത്തിലൂടെയാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൻ്റെ പിന്നിലെ ശക്തി വിശേഷത്തെയാണ് കഥാപാത്രമായി കൃഷ്ണനും പരശുരാമനും ശ്രീരാമനും എല്ലായിട്ട് അവതരിപ്പിച്ചത്. ഓരോ കാലഘട്ടത്തിലെയാണ്. ഗോത്ര കാലഘട്ടത്തെ നയിച്ച ആ ശക്തി. ഇപ്പം സൂര്യനെ തന്നെ വേദങ്ങൾ ഒരു സൂര്യനായിട്ടല്ല കാണുന്നത്. സാധാരണ ഒരു സൂര്യനെ ഉള്ളൂ എങ്കിലും മേടത്തിലുള്ള സൂര്യനല്ല ഇടവത്തിലെ സൂര്യൻ, ഇടവത്തിലെ സൂര്യനല്ല മിഥുനത്തിലെ സൂര്യൻ, അങ്ങനെ 12 സൂര്യന്മാരുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം സ്വഭാവമനുസരിച്ച് ഓരോ സൂര്യനും ഓരോന്നാണ്. അതുമാതിരി ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത്. ആ പ്രപഞ്ചമുണ്ടാകുമ്പോൾ ആദ്യം ഗോത്ര കാലഘട്ടമാണ്. ആ കാലഘട്ടം തട്ടി മാറ്റിയിട്ടാണ് അടുത്ത കൊളോണിയലിസത്തിലേക്ക് വന്നത്. ആ തട്ടിമാറ്റിയ കാലത്തെയാണ് പരശുരാമനായിട്ട് ചിത്രീകരിച്ചത്. ആ പരശുരാമൻ ആക്ട് ചെയ്യുന്നതും അവിടെയുള്ള അന്നത്തെ ചില വ്യക്തികളിലൂടെയാണ്.
പിന്നെയാണ് കൊളോണിയലിസം വന്നത്. കൊളോണിയലിസം വന്നപ്പോഴും ആ ശക്തി വിശേഷം ആ കാലഘട്ടത്തിന് കൊടുത്ത പേരാണ് ശ്രീരാമൻ. ശ്രീരാമൻ എന്ത് ചെയ്യുന്നു? ആ കൊളോണിയലിസം തച്ചുടക്കുന്നു. ആ കൊളോണിയലിസത്തിന് തച്ചെടുത്ത ശ്രീരാമൻ തന്നെയാണ് നമ്മൾ പറയുന്ന ഗാന്ധിജിയെല്ലാം. ലോകത്തെ ആരെല്ലാം കൊളോണിയലിസത്തിൽ നിന്ന് മുക്തമാക്കാൻ ശ്രമിച്ചുവോ അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ച ആ വ്യക്തികളുടെ ശക്തിവിശേഷമാണ് കൃഷ്ണൻ അല്ലെങ്കിൽ രാമൻ എന്നിവിടെ പറഞ്ഞു. കൃഷ്ണൻ എന്നിവിടെ പറയുമ്പോൾ അവിടെ രാമനായിരിക്കും. രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാം ലോക മഹായുദ്ധത്തിൽ ആരിലൂടെയാണോ ആ കൃഷ്ണൻ ആക്ട് ചെയ്യാൻ പോകുന്നത്, അയാളിലുള്ള ആ ശക്തിവിശേഷമാണ് രാമൻ കൃഷ്ണൻ. അതാണ് പൂർണ്ണാവതാരമായി മാറാൻ പോകുന്നത്. അതിലൂടെയാണ് ലോകം നല്ലൊരു സുന്ദരമായ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. അതുകൊണ്ട് അല്ലാതെ അപ്പോൾ അതിനെയാണ് വേദവ്യാസൻ കഥയാക്കി ചിത്രീകരിച്ചത്. അതുകൊണ്ടാണ് യുക്തിയുള്ളവർ പറയുന്നത് ലുട്ടാപ്പി നമ്മുടെ ദേവനാണെന്നെല്ലാം പറഞ്ഞിട്ട് ഡിങ്കനാണ്. കാരണം കഥാപാത്രങ്ങളെ നിങ്ങൾ അതേപോലെ എടുക്കരുത്. ഈ കൃഷ്ണനെയെല്ലാം സൃഷ്ടിച്ചത് വേദവ്യാസൻ എന്നൊരു വ്യക്തിയാണ്. വേദവ്യാസന്റെ കഥാപാത്രങ്ങളിലൂടെയാണ് ഒരു കവി സംസാരിക്കുക. ഒരു കവി ഒരു കഥ എഴുതുമ്പോൾ അയാൾ പറയേണ്ട ആശയങ്ങൾ ആ കഥാപാത്രത്തിലൂടെയാണ് അവതരിപ്പിക്കുക. അതാണ് കഥ. അപ്പം കൃഷ്ണനെ എല്ലാവരും എന്തായി കാണുന്നു? സ്വയം വ്യക്തിത്വം പ്രാപിച്ചവനെന്ന് ബുദ്ധിഹീനർ വിചാരിക്കുന്നു. 25 പറയുന്നു, യോഗമായാൽ മൂടപ്പെട്ടവർക്ക് ഞാൻ പ്രത്യക്ഷനല്ല. യോഗത്തിൽ മൂടപ്പെട്ടവരാണ്, മായയാൽ മൂടപ്പെട്ടവരാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും. അവർക്കൊന്നും ഞാൻ പ്രത്യക്ഷനല്ല, എന്നെ കാണാൻ പറ്റില്ല. ഈ മൂഢലോകം എന്നെ ജന്മരഹിതനും നാശരഹിതനുമായി അറിയുന്നില്ല. ഈ മൂഢലോകം, ഇത് മൂഢലോകമാണ്. ഈ ലോകം എന്നെ ജന്മരഹിതനാണ്, ഞാൻ ജനിച്ചിട്ടില്ല, എനിക്ക് നാശമില്ലാത്ത ആ ബ്രഹ്മമാണ് എന്ന സത്യം അറിയുന്നില്ല ഈ മൂഢന്മാര്. വേദവ്യാസൻ മഹാഭാരതത്തെ മറ്റേ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരികയാണ്. ഈ കഥാപാത്രത്തെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. ഈ കഥാപാത്രത്തെ കൊണ്ട് തന്നെയാണ് പറയിക്കുന്നത്. കൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് പറയിപ്പിക്കുന്നത്. ഈ മൂഢന്മാര് എന്നെ ജനിച്ചവനായിട്ടെല്ലാം കാണുകയാണ്. ഞാൻ ജനിച്ചവനല്ല, ഞാൻ ജനിക്കുന്നുമില്ല, ഞാൻ നാശരഹിതമായ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെയാണ് ഇവിടെ ഈ കാലഘട്ടത്തിൽ ആക്ട് ചെയ്യുന്ന ശക്തിയെ കൃഷ്ണനായി ചിത്രീകരിച്ചു. കഴിഞ്ഞ യുഗത്തിലേത് രാമനായിട്ട് കഥയിലൂടെ ചിത്രീകരിച്ചു. ഈ കഥാപാത്രങ്ങളെ എല്ലാം സൃഷ്ടിച്ച വേദവ്യാസനും ഋഷികളുമാണ്. അപ്പം നാശമില്ലാത്തവനായി അറിയുന്നില്ല. 26 കഴിഞ്ഞതും ഇപ്പോഴുള്ളതും ഇനിയുള്ളതുമായ എല്ലാ ജനിക്കുന്നതുമായ എല്ലാ ജീവജാലങ്ങളെയും ഞാൻ അറിയുന്നു. കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും ഇനി നാളെ ജനിക്കാൻ പോകുന്നവരുടെ എല്ലാം കാര്യം ഞാൻ അറിയുന്നു. ആരാ? ബ്രഹ്മം. കാരണം ബ്രഹ്മം ഒരു പ്രപഞ്ചമുണ്ടാക്കുന്നു. ലോകാവസാനത്തിൽ സുന്ദരമായ ഒരു ലോകമുണ്ടാക്കണം. അത് പടിപടിയായിട്ട് ആളുകളെ വെച്ച് നിർമ്മിച്ച് സൃഷ്ടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ തീരുമാനിക്കും, ഇന്ന കാലഘട്ടത്തിൽ ഇന്ന ജോലി ഇന്നവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ആ സമയത്തുമ്പോൾ അവനെ ജനിപ്പിക്കും. നമ്മളൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കും, അതിനൊരു മേസ്ത്രി, ഇന്ന മേസ്ത്രി വേണം, പ്ലാൻ വരക്കാൻ ഇന്ന ആൾ വേണം, ആ മേസ്ത്രി വന്നു കഴിഞ്ഞാൽ വീട് വെക്കാൻ ഇത്ര ആൾക്കാർ വേണം, ഇത്ര ആൾക്കാരെ കൊണ്ട് ഇത്ര മേശിമാർ വേണം, ഇത്ര കട്ടാനുള്ള ആൾ വേണം, ഇത്ര കൂലിക്കാർ വേണം, പെയിൻ്റ് അടിക്കാൻ ഇത്ര ആൾ വേണം. ഇതെല്ലാം കണക്കൂട്ടിയിട്ട് ഒരു നല്ല എൻജിനീയർ കണക്കൂട്ടിയിട്ട് അതാത് കാലങ്ങളിൽ ആളെ എടുത്തിട്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടി സമയത്ത് ഇതെല്ലാം ചിന്തിച്ചിട്ട് ഓരോ കാലഘട്ടത്തിൽ ലോകാവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ഓരോ സമയത്ത് ആരെക്കൊണ്ട് ഈ സമയത്ത് പ്രമോനെ കൊണ്ട് ഇന്ന് ജയിക്കണം എന്നെല്ലാം ജയിച്ചിട്ട് തന്നെയാണ് ജനിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞതും ഇപ്പോഴും ഇനിയുള്ളതുമായ ജീവജാലങ്ങളെല്ലാം ഞാൻ അറിയുന്നു.
എന്നാൽ എന്നെ ആരും അറിയുന്നില്ല. ആ ബ്രഹ്മത്തെ ആരും അറിയുന്നില്ല. 27. ഇച്ഛാദ്വേഷം എന്നിവയാൽ ഉണ്ടാകുന്ന മോഹങ്ങൾ സർവഭൂതങ്ങളെയും മോഹത്താൽ ബന്ധിക്കുന്നു. അപ്പൊ ഇച്ഛ ആഗ്രഹങ്ങളെല്ലാം നമ്മളിലുണ്ടെങ്കിൽ ആ മായ എല്ലാ ഭൂതങ്ങളെയും മറിക്കും. അപ്പോഴാണ് നമുക്ക് പലതിലും പലതായിട്ടെല്ലാം തോന്നുന്നത്. അല്ലെങ്കിൽ എല്ലാം ബ്രഹ്മമായിട്ട് കാണാൻ നമുക്ക് പറ്റും. ഇന്ന് 28. എന്നാൽ പുണ്യചരിതന്മാരും പാപം നിശേഷം നശിച്ചവരും എന്നെ ഭജിക്കുന്നു. അപ്പൊ എന്നെ ആരേ ഭജിക്കുള്ളൂ? ഇതെല്ലാം പാപം നശിക്കണ്ടെങ്കിൽ നമുക്ക് കർമ്മ എല്ലാം നിഷ്കാമ കർമ്മം ചെയ്യണം. എനിക്ക് വേണ്ടി എന്ന ചിന്തയില്ലാതെ എല്ലാം ആ ബ്രഹ്മത്തിന് വേണ്ടിയാണ്. ബ്രഹ്മമാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ വേണ്ടി സൃഷ്ടിച്ചത്. ഞാനതങ്ങ് ചെയ്തു കൊടുക്കുന്നു എന്ന നിലയിൽ ചെയ്യുകയാണെങ്കിൽ പാവം എനിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിക്കുന്ന ആരാണ്? ആ ബ്രഹ്മമുണ്ട് എന്നാണ്. ആ ബ്രഹ്മം തന്നെ ഞാനായി മാറും. അങ്ങനെ ചെയ്യണം. അർജുനനോട് അതാ പറയുന്നത്, ഇനി ഇങ്ങനെ ചെയ്യുക, എല്ലാം ഞാനാണ് ജയിപ്പിക്കുന്നത്. ഇതെല്ലാം ഞാൻ ഓൾറെഡി തീരുമാനിക്കുകയാണ്. നീ അങ്ങേരെ കാലം കഴിഞ്ഞ് അതുകൊണ്ട് എടുത്തങ്ങ് കളഞ്ഞാൽ അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ ബന്ധുവില്ല, ഒരു ചുക്കുമില്ല. എല്ലാം ഒന്ന് തന്നെയാണ്. ഞാനും നീയാണ്, നീയും ഞാനാണ്, എല്ലാം അതും ഇതും എല്ലാം ഞാൻ തന്നെ. വേണ്ടാതെ ഒന്ന് പഴകുമ്പോൾ എടുത്ത് കളയുന്നു, അത്രയേ ഉള്ളൂ. ഇതും എൻ്റെ ഷർട്ട് തന്നെ, മറ്റേതും എൻ്റെ ഷർട്ട് തന്നെ. പഴയുമ്പോൾ ഇതെടുത്ത് കളയുമ്പോൾ ഒരെടുത്തത്. അത്രയാണ്. ഇത്ര സിമ്പിളാണ് കാര്യങ്ങൾ. 29. യാതൊരുവൻ ജരാമരണങ്ങളിൽ നിന്നും മുക്തി നേടാൻ എന്നെ ആശ്രയിച്ച് പ്രയത്നിക്കുന്നുവോ അവൻ ആ ബ്രഹ്മത്തെയും സമ്പൂർണമായ ആധ്യാത്മിക വിദ്യയെയും അഖില കർമ്മങ്ങളെയും അറിയുന്നു. അപ്പം ആർക്കാണ് ജനന മരണങ്ങളിൽ നിന്നും മുക്തി നേടേണ്ടത്? ജനന മരണങ്ങളിൽ നിന്നും മുക്തി നേടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ജനിക്കുകയും വേണ്ട, ഇനി മരിക്കുകയും വേണ്ട, ഇങ്ങനെ നര ഉണ്ടാകുകയും വേണ്ട. അതാർക്കേ പറ്റുള്ളൂ? ജനിക്കാതിരുന്നാലേ പറ്റുള്ളൂ. ഇനി ജനിക്കണ്ട. ബ്രഹ്മസാക്ഷാത്കാരം. അവരെന്ത് വേണം? അവരെ എന്നെ ആശ്രയിച്ച് കഴിയുക. എന്നെ ആശ്രയിച്ച് കഴിയണം. എങ്ങനെ? അവർക്ക് എന്ത് പറ്റും? ആ ബ്രഹ്മത്തെ മനസ്സിലാക്കണം. അപ്പോഴാണ് ആ ബ്രഹ്മം എന്ന വാക്ക് ഉപയോഗിച്ചത്. ആ ബ്രഹ്മത്തെയും സമ്പൂർണമായ ആധ്യാത്മവിദ്യയെയും, ആധ്യാത്മവിദ്യ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം തൊട്ടിട്ടുള്ള എല്ലാ വിദ്യകൾക്കുമാണ്. പരസയൻസും അപരസയൻസും കൂടിയതാണ് അപാരവിദ്യ, അല്ല ആധ്യാത്മ വിദ്യ. ആ വിദ്യയെയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലോകത്തിൽ നടക്കുന്ന എല്ലാ സകല കർമ്മങ്ങളെയും അറിയുന്നു. അങ്ങനെ എന്നെ ആശ്രയിച്ച് കഴിയുന്നവൻ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കും. അതിഭൂതവും എല്ലാറ്റിൻ്റെയും ഭൂതമായ അതിഭൂതം, അത് തന്നെയാണ് ബ്രഹ്മം. അതിദൈവവും എല്ലാം ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം ദേവതകളാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ, കല്ലും മണ്ണും എല്ലാം ദേവതകളാണ്. ആ ദേവതകളുടെ എല്ലാം ഉത്ഭവം എവിടെ നിന്നാണ്? ആ അതിദൈവവും. ആ അതിഭൂതത്തെയും അതിദൈവത്തെയും അതിയജ്ഞത്തെയും എല്ലാ കർമ്മങ്ങളുടെയും തുടക്കം അവിടെ നിന്നാണ്. അപ്പാണ് അതിയജ്ഞത്തോടും കൂടിയവനായി എന്നെ അറിയുന്നുവോ? ആരാണ് എന്നെ അറിയുന്നത്? അവർ മരണസമയം യോഗചിത്തരായി എന്നെ സാക്ഷാത്കരിക്കുന്നു. അവർക്കെന്ത് പറ്റും? അവസാനം മരണസമയത്ത് അവർ എന്നിൽ തന്നെ ശരണം ലയിക്കും. പിന്നെ ജനന മരണം ഇല്ല. കാരണം ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് ഇങ്ങനെ ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് ചെയ്യിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാനെന്ന ചിന്ത എന്നിൽ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പറ്റില്ല. ചെയ്യിപ്പിക്കുന്നതിൽ അർത്ഥവുമില്ല. അതുകൊണ്ട് പിന്നെ അവന് ജനനവും മരണവുമില്ല. അപ്പം എപ്പോൾ ഇത് മനസ്സിലാവുകയുള്ളൂ? ബ്രഹ്മസാക്ഷാത്കാരം ആർക്കാണ്? ആ ശക്തി വിചാരിക്കുക. ഇവനെ കൊണ്ട് ഒരു ജോലിയും ഇല്ല, ഈ ജന്മത്തിലും ഇല്ല, അടുത്ത ജന്മത്തിലും ഇല്ല എന്ന് തോന്നിയാൽ മാത്രമേ ആ അവസ്ഥയിൽ നമുക്കെത്താൻ പറ്റുകയുള്ളൂ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? കഴിയുന്നതും ലോക നന്മയ്ക്ക് വേണ്ടി നമ്മളെ
നമുക്ക് എന്ന ചിന്ത ഉപേക്ഷിച്ചിട്ട് കർമ്മം ചെയ്യുക. അതാണ് അർജുനനോട് ഉപദേശിക്കുന്നത്.